വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോഹം തവ കേശവ. ശുകരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത്കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. വന്ദേ നന്ദൗ വ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. വംശീവിഭൂഷിതകരാത് നവനീരതാഭാത് പീതാംബരാദരുണബിംബബലാധരോഷ്ഠാത് പൂർണേന്ദുസുന്ദരമുഖാദരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ശ്രീകൃഷ്ണശരണം സമസ്തജഗതാം കൃഷ്ണം വിനാ കാ ഗതി. കൃഷ്ണേന പ്രതിഹന്യതേ കലിമലം കൃഷ്ണായ തുഭ്യം നമാം. കൃഷ്ണാൽ ത്രസ്യതി കാലഭീമഭുജഗം കൃഷ്ണസ്യ സർവം വശേ. കൃഷ്ണേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ ഭോ കൃഷ്ണ ത്വം ഏവ ആശ്രയഃ. ശ്രീഹരയേ നമഃ. ശൗനകാദി മഹർഷിമാര് പല ചോദ്യങ്ങളും ചോദിച്ചു. സമസ്ത ശാസ്ത്രങ്ങളുടെയും സാരമാണ് അവർക്കറിയേണ്ടത്. ആ സമസ്ത ശാസ്ത്ര സാരം ആണ് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞു. സർവ വേദസാരമാണ്, വേദാന്തസാരമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, ഏതൊന്നുകൊണ്ടാണ് ആത്മസംതൃപ്തി ഉണ്ടാവുക? അതിനാണ് ശാസ്ത്രം അറിയേണ്ടത് അവർക്ക്. അപ്പോൾ പറഞ്ഞു, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഹൈതുകീ ഭക്തി, നിഷ്കളങ്കവും നിഷ്കാമവുമായ ഭക്തി ഉണ്ടായാൽ അത് ആത്മസംതൃപ്തിയെ കൊടുക്കും എന്ന് പറഞ്ഞു. അതാണ് യയാ ആത്മാ അഹൈതുകി അപ്രതിഹത യയാ ആത്മാ സംപ്രസീദതി. അതെങ്ങനെയാണെന്ന് ആ പ്രോസസ്സാണ് പിന്നെ വിവരിച്ചത്. ഭക്തി കൊണ്ട് എങ്ങനെയാണ് മുക്തി ഉണ്ടാവുക? അജ്ഞാനമല്ലേ ബന്ധകാരണം, ജ്ഞാനം കൊണ്ടല്ലേ അജ്ഞാനം നീങ്ങുക, ഇങ്ങനെയൊക്കെ യുക്തിവാദ ചിന്തകളുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ്? വാസുദേവേ ഭഗവതീ ഭക്തിയോഗ പ്രയോജിത. ഭഗവത്പാദാരവിന്ദങ്ങളിൽ നിഷ്കളങ്കമായ ഭക്തി വളർന്നാൽ ജനയതി ആശു വൈരാഗ്യം, വിഷയങ്ങളിലെ ആസക്തി തൃഷ്ണ തന്നെ പോകും. അപ്പോഴോ ജ്ഞാനം ജയതഹ ഇതുകം. ആ വിഷയവിരക്തമായ മനസ്സിൽ, ശാന്തമാണ് മനസ്സ്, ചഞ്ചലമല്ലാത്ത മനസ്സാണ്, നിശ്ചല മനസ്സാണ്. നിശ്ചലതത്വേ ജീവൻ മുക്തി. ആ ഹൃദയത്തിൽ അങ്ങനെയുള്ള മനസ്സാണ് ഞാൻ ഗുരുവിൽ നിന്ന് കേട്ട ആത്മസ്വരൂപമാണ് എന്ന ആ ബോധം ഉറയ്ക്കാൻ പറ്റിയ മനസ്സ്. പിന്നെ അതെങ്ങനെയാണെന്ന് പിന്നെയും പറഞ്ഞു. ആ ഭക്തി കൊണ്ട് എന്തുണ്ടാവും? ഭക്തി കൊണ്ട് വിഷയവാസനകൾ നശിക്കും, രജോ ഗുണം തമോ ഗുണം നശിക്കും. ഭക്തി വളർന്നാൽ സത്വഗുണമായി. സത്വഗുണം വളരും തോറും രജോ ഗുണം തമോ ഗുണം കുറയും. രജോ ഗുണം തമോ ഗുണം കുറയും തോറും അതിൻ്റെ കാര്യമായ കാമരാഗാദികളൊക്കെ ഇല്ലാണ്ടാവും. അതൊക്കെ ഇല്ലാണ്ടായ സത്വം വിശുദ്ധമാകും. സത്വം വിശുദ്ധം പരമാത്മബോധനം എന്നാണ്. സത്വമായതായ സത്വം വിശുദ്ധ സത്വമായാൽ ആ വിശുദ്ധ സത്വമായ മനസ്സിൽ പരമാത്മ അനുഭവം ഉണ്ടാവും, സാക്ഷാത്കാരം ഉണ്ടാവും. അപ്പോൾ പ്രസന്നമായ മനസ്സ്,
ഏവം പ്രസന്ന മനസ്സഹ ഭഗവത് ഭക്തിയോഗത. ഭക്തി കൊണ്ട് രജസ്തമോ ഗുണങ്ങൾ നീങ്ങി വാസനകൾ സമ്പൂർണമായി അടങ്ങി അത്യന്തം നിർമ്മലവും ഏകാഗ്രവുമായി തീർന്ന ആ ചിത്തത്തിൽ എന്തുണ്ടാവും? ആത്മാനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഭഗവത് തത്വബോധം ഉണ്ടാവും, ഭഗവത് പ്രബോധം. തൻ്റെ ആത്മാവായി ഇരിക്കണു ഭഗവാൻ, അതിനുണ്ടാക്കേണ്ട ആവശ്യമില്ല. കാമരാഗാദികളാവുന്ന മറ കൊണ്ട് മറയപ്പെട്ടിരിക്കുകയാണ്. ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവത് ഭക്തി വളരുകയും ചെയ്യുമ്പോൾ എന്തായി? ആ മനോമാലിന്യങ്ങളൊക്കെ നീങ്ങി മറ നീങ്ങി. അപ്പോൾ ആത്മസ്വരൂപം പ്രകാശിക്കും, അനുഭവപ്പെടും. അങ്ങനെ ദൃഷ്ടേവ ആത്മനി ഈശ്വരേ, ആ ഈശ്വരനെ സ്വന്തം ആത്മാവായി സാക്ഷാത്കരിക്കുമ്പോൾ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനായി. പിന്നെ അവന് പുനർജന്മമില്ല, ജീവൻ മുക്തനായി ചുരുക്കം. അപ്പം ചോദിച്ച ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് മറുപടി പറഞ്ഞു അല്ലേ? സർവശാസ്ത്രാരം പറഞ്ഞു, ആത്മസംതൃപ്തിക്കുള്ള മാർഗം പറഞ്ഞു. പിന്നെ ചോദിച്ചത് അവതാരങ്ങളെക്കുറിച്ചാണ്. 22 അവതാരങ്ങളെ ചുരുക്കി പറഞ്ഞു. അവതാര അസംഖ്യ ഉണ്ടെങ്കിലും. പിന്നെ വിരാട് പുരുഷാവതാരം പറഞ്ഞു. പിന്നെ ഗുണങ്ങളെ കൊണ്ടുണ്ടായ ഗുണാവതാരം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ, അങ്ങനെ അത് രണ്ടും ചേർത്ത് 24ആയി. എത്ര വേണമെങ്കിൽ പറയാം, അവസാനമില്ലല്ലോ അവതാരങ്ങൾക്ക്. എങ്കിലും അങ്ങനെ ഇനി ഈ അവതാരങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞു ഈ 3-ാം അധ്യായത്തിൽ. ഇനി അതിനെ വിസ്തരിച്ച് പറയും. പിന്നത്തെ ചോദ്യം എന്താ? ധർമ്മസംരക്ഷണത്തിന് വേണ്ടി അവതരിച്ച സച്ചിദാനന്ദമൂർത്തിയായ സർവേശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകത്തുനിന്ന് മറഞ്ഞതിന് ശേഷം ധർമ്മം ഇന്ന് ആരെ ആശ്രയിച്ചിരിക്കുന്നു? ധർമ്മത്തിന് ആശ്രയമാര്? സജ്ജനങ്ങൾക്ക് ആശ്രയമാര്? ഭക്തന്മാർക്ക് ആശ്രയം എന്ത്? ഭൂമി ആരെ ആശ്രയിച്ചിരിക്കുന്നു? എന്നൊക്കെ ചോദ്യം. അവർ പറഞ്ഞു സർവധർമ്മങ്ങളും ഇന്ന് ഭാഗവത്തെ ആശ്രയിച്ചിരിക്കുക. കൃഷ്ണേ സുധാമോപഗതേ ധർമ്മജ്ഞാനാദിപിസ്സഹ. കൃഷ്ണൻ പോയതോടുകൂടി ധർമ്മജ്ഞാനം മുതലായ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിനൊക്കെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചിരിക്കുന്ന സൂര്യനാണ് ഭാഗവതം എന്നർത്ഥം. അപ്പോൾ ഭാഗവതം ശ്രവണം ചെയ്തുകൊണ്ടിരുന്നാൽ ഹൃദയത്തിലെ സൂര്യൻ ഉദിച്ചാൽ എങ്ങനെയാണോ ആ ഇരുട്ടിനെ നീക്കിയിട്ട് വസ്തുക്കളെ കാണിച്ചു തരുന്നത്, ഇതുമാതിരി ഭാഗവത ശ്രവണം കൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ ആ അജ്ഞാന അന്ധകാരം നീങ്ങും, കാമക്രോധാദികളൊക്കെ നീങ്ങും. അപ്പോൾ ആ ഹൃദയത്തിൽ സ്വതവേയുള്ള ആത്മസ്വരൂപനായ ഭഗവാനെ നമുക്ക് മറ നീങ്ങി അനുഭവിക്കാറാവുന്ന അർത്ഥം. അങ്ങനെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് വീണ്ടും 2-3 ചോദ്യം ചോദിച്ചത് അർത്ഥം. ഇങ്ങനെയാണ് മനുഷ്യരുടെ സ്വഭാവം. നിങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരമാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതം വേദവ്യാസ മഹർഷി എഴുതിയിട്ടുണ്ട്. അത് ശുഖബ്രഹ്മർഷിയെ പഠിപ്പിച്ചിട്ടുണ്ട്. ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് ഗംഗാതീരത്ത് വെച്ച് ഉപദേശിച്ചിട്ടുണ്ട്. അത് ഞാനും കേട്ടിട്ടുണ്ട്. എൻ്റെ ശക്തിക്കൊത്തോണം, എൻ്റെ കഴിവിനൊത്തോണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ജനങ്ങൾ സംസാര തമസ്സിൽപ്പെട്ട അന്ധന്മാരെ പോലെ പരിതപിക്കുമ്പോൾ ആ തമസ്സിനെ പോക്കി ലോകാനുഗ്രഹം ചെയ്യാൻ വേണ്ടി ഉദിച്ച സൂര്യനാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ വേഗം ആ ഭാഗവതം പറയൂ, കേൾക്കട്ടെ എന്നല്ലേ പറയേണ്ടത്. പക്ഷെ നമ്മുടെ സ്വഭാവം എന്താ? നമുക്ക് അതിനത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ജനറൽ ആൾക്കാർ പറയേ, ഈ മന്ദന്മാരായ ആൾക്കാർ തൻ്റെ ശ്രേയസിനുള്ള കാരണം ഇതാണെന്ന് പറഞ്ഞാലും അറിഞ്ഞാലും അതിൽ പ്രവർത്തിക്കില്ല, വേറെ പലതിൻ്റെ പിന്നാലെ പോവുക. നോക്കൂ, ഇനിയിപ്പോൾ ഭാഗവതം തുടങ്ങുന്നത് 1-ാം സ്കന്ധത്തിൽ ഇവിടുന്ന് തുടങ്ങേണ്ടതാ. ഇനി ഭാഗവതം തുടങ്ങുന്നത് 3-ാം സ്കന്ധത്തിലാണ്. അതുവരെ എന്തൊക്കെയാണ് പറയണത്? ഇനിയിപ്പോൾ 19 അധ്യായങ്ങളുണ്ട് ഈ സ്കന്ധത്തിൽ. ഈ 3 കഴിഞ്ഞ് ബാക്കിയുള്ള 16 അധ്യായം ഇനി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാ. എന്താ അവർ ചോദിച്ചത്? എപ്പോഴാണ് വേദവ്യാസൻ വന്നത്? ഈ ഭാഗവതം എപ്പോഴാണ് ഉണ്ടാക്കിയത്? എന്ത് കാരണം കൊണ്ടാണ് ഭാഗവതം നിർമ്മിച്ചത്? അതുമാത്രമല്ല, ജന്മനാ ബ്രഹ്മജ്ഞാനിയായ ശീശുഖബ്രഹ്മർഷി ഇത് മുഴുവൻ പഠിച്ചു, എന്നിട്ട് പരീക്ഷത്തിനെ കേൾപ്പിച്ചു എന്നുള്ളത് ആശ്ചര്യമായി തോന്നുന്നു. എന്താ കാരണം? ഈ ശുഖബ്രഹ്മർഷിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുംഭിതാൻ അത് സുതസ്യ വിവിക്ത ദൃഷ്ടേ, സ്ത്രീ പുരുഷ ഭേദദൃഷ്ടിയില്ലാത്ത സമദർശിയാണ്. അതതിനെക്കുറിച്ച് പറയണു. ജനിച്ച മാത്രയിൽ കാട്ടിലേക്ക് ഓടിപ്പോയപ്പോൾ പുത്രാന്ന് വിളിച്ചിട്ട് അച്ഛൻ പോയല്ലോ. ആ സമയത്ത് 16 വയസ്സുള്ള യുവാവ് അതിതേജസ്വിയായ കോമള ചെറുപ്പക്കാരൻ ഉടുതുണിയില്ലാതെ അതിലെ പോയ സമയത്ത് സ്വർഗസുന്ദരിമാർ വസ്ത്രമില്ലാണ്ട് വെള്ളത്തിൽ കുളിക്കണ്ടായിരുന്നു. അവർക്കൊന്നും ഒരു വികാരവും തോന്നിയില്ല. അത്രേ. നേരെ മറിച്ച് വയസ്സായ താടിക്കാരൻ വേദവ്യാസൻ പുത്രാന്ന് വിളിച്ച് പിന്നാലെ പോകുമ്പോൾ ആ സ്ത്രീകൾക്കൊക്കെ ലജ്ജ തോന്നിയിട്ട് അവരൊക്കെ കരയ്ക്ക് കയറി വസ്ത്രം എടുത്തു കൊടുത്തു അത്രേ. അപ്പോൾ ചോദിച്ചു വ്യാസമഹർഷി, ഇതെന്തൊരു കഥ? ഇവിടെ
ശരീരത്തിൽ വസ്ത്രമില്ലാത്ത ചെറുപ്പക്കാരൻ പോയപ്പോൾ നിങ്ങൾക്ക് യാതൊരു ലജ്ജയും തോന്നിയില്ല. ഞാൻ ശരീരത്തിൽ വസ്ത്രമുണ്ട്, വയസ്സിനുമായി, എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തേ ലജ്ജ തോന്നിയത്? അപ്പോൾ പറഞ്ഞു, അങ്ങക്ക് സ്ത്രീ പുരുഷ ഭേദദർശനുണ്ട്, അങ്ങയുടെ പുത്രന് ഭേദദർശനമില്ല. അങ്ങേരെ എല്ലാത്തിനെയും ബ്രഹ്മസ്വരൂപമായിട്ടാണ് കാണുന്നത്, ഭഗവന്മയമായിട്ടാണ് കാണുന്നത്. ഭഗവത് സ്വരൂപമായി എല്ലാത്തിനെയും കാണുന്ന ആളുടെ അടുത്ത് കാമോ ക്രോധോ ലോഭോ ഒരു വികാരം ഉണ്ടാവില്ല. അതാണ് അവരുന്ന അതിൻ്റെ ആ റേഡിയേഷൻ ചുറ്റുപാട് ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. ആ സംഭാവനയുടെ ആ നിലയിലെത്തിയ ആളാണ് ശേഷുക ബ്രഹ്മർഷി. നോക്കൂ, അങ്ങനെയുള്ള ഒരാൾ പരീക്ഷത്തെ രാജാവിൻ്റെ അടുത്ത് വന്ന് ഇത് പഠിപ്പിച്ചു. അതെങ്ങനെയാ സംഭവിക്കുക? അതുമല്ല, അവധൂത വേഷത്തിൽ ആരാലും അറിയപ്പെടാതെ സഞ്ചരിക്കുന്ന ആളാണ്. ഗൂഢോ മൂഢ ഇവയ്യത എന്നാണ് മഹാത്മാക്കൾ ശുകാചാര്യനൊക്കെ അറിയപ്പെടാതെ. മാത്രമല്ല, ഇങ്ങനെയുള്ള ഈ മഹാന്മാര് ഒരു സ്ഥലത്ത് ആരെങ്കിലും അനുഗ്രഹിക്കാൻ വേണ്ടി പോയാൽ തന്നെ സഗോദോഹന മാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം അപേക്ഷതേ മഹാഭാഗ തീർത്ഥീകുർവൻ തദാശ്രമം. ആരെങ്കിലും അനുഗ്രഹിക്കാൻ വേണ്ടി ഒരിടത്ത് പോയിരിക്കുക, എത്ര നേരം അവരവിടെ നിൽക്കുക? ഗോദോഹന മാത്രം. പശുവിനെ കറക്കണം അത്ര നേരത്തെ, അത് കൂടുതൽ നേരം നിൽക്കില്ല അവിടെ. അങ്ങനെയുള്ള ശുക ബ്രഹ്മർഷി എങ്ങനെ 7 ദിവസം ഒരിടത്ത് താമസിച്ച് ഭാഗവതം ഉപദേശിച്ചു? ഇങ്ങനെ അതിനെക്കുറിച്ച് പല 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 സംശയങ്ങൾ നടത്തണം. മാത്രമല്ല, എങ്ങനെയാണ് പരീക്ഷത്തിന് ഇദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ സാധിച്ചത്? അതൊക്കെ ആശ്ചര്യം തന്നെ. ഈ പരീക്ഷത്തെ സംബന്ധിച്ച ചോദ്യം, ശ്രീ പരീക്ഷത്ത് ധർമ്മനിഷ്ഠൻ യുവാവ്, ഭാരതത്തിൻ്റെ രാജ്യത്തിൻ്റെ ഏകചക്രാധിപതി, അങ്ങനെയുള്ള ആള് ചെറുപ്പത്തിൽ പെടുന്നനെ സുഖഭോഗങ്ങളും രാജ്യവും അധികാരവും എല്ലാം ഉപേക്ഷിച്ച് ഒന്നും വേണ്ടാന്ന് വെച്ച് ഏകാന്തത്തിൽ വന്ന് പ്രായോപവേശം ചെയ്തു. അതിനെന്താ കാരണം? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണം എന്നർത്ഥം. അപ്പോൾ വാസ്തവത്തിൽ ഇത് ഭാഗവതം കേൾക്കലോ ഭാഗവതം ചരിത്രം കേൾക്കലോ? ചരിത്രമാണ് അല്ലേ? എന്തായിരുന്നാലും അതും അറിയാൻ രസമുള്ളത് തന്നെ. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ സൂരൻ ഭാഗവതം പറയാമെന്ന് പറഞ്ഞപ്പോൾ ഭാഗവതത്തിനെ സംബന്ധിച്ച വിവരങ്ങൾ അറിയാനാണ് ഇവർക്ക് ആഗ്രഹം. പിന്നെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാന്നർത്ഥം. എപ്പോഴാണ് ഭഗവാൻ വേദവ്യാസ മഹർഷി രൂപത്തിൽ അവതരിച്ചത്? ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയ യുഗപര്യേ. യുഗങ്ങൾ ഇങ്ങനെ മാറി മാറി വരും അല്ലേ? ഒരാഴ്ചയിൽ 7 ദിവസമാണല്ലോ. ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിങ്കളാഴ്ച വരും, പിന്നെ ഞായറാഴ്ച വന്നാലോ വീണ്ടും തിങ്കളാഴ്ച വരും. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമല്ലോ. അശ്വതി ഭരണി മുതലായ നാളുകൾ ഇങ്ങനെ തന്നെ, തിഥികൾ ഇങ്ങനെ തന്നെ, മാസം ഇങ്ങനെ തന്നെ, 12 മാസം കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കും അല്ലേ? ഇതുമാതിരി യുഗങ്ങളും എല്ലാം ആവർത്തന സ്വഭാവത്തോടു കൂടിയതാ. കൃതം ത്രേതം ദ്വാപരം കലി, ദെൻ വീണ്ടും കൃതം ത്രേതം ദ്വാപരം കലി, ഇങ്ങനെ വീണ്ടും കൃതം ത്രേതം ദ്വാപരം കലി. ഇങ്ങനത്തെ കറങ്ങലിൽ 3ാമത്തെ ദ്വാപര യുഗത്തിൻ്റെ അവസാനത്തിലാണ് വേദവ്യാസൻ്റെ അവതാരം. സാക്ഷാൽ മഹാവിഷ്ണു തന്നെ വേദവ്യാസ രൂപേണ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി അവതരിച്ചതാണ്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ. വസിഷ്ഠകുലത്തിൽ പരാശരൻ്റെ സത്യവതിയുടെയും പുത്രരൂപേണ ആ മഹാപ്രഭു ലോകത്ത് ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവതാരം ചെയ്യും, തിരുവവതാരം ചെയ്യുന്നർത്ഥം. അവിടുന്ന് കണ്ടു കാലത്തിൻ്റെ ശക്തി കൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കലികാലം വരാൻ പോവാണ്. ആ ലോകർക്ക് ആയുസ് കുറഞ്ഞു വരും, ശ്രദ്ധ കുറഞ്ഞു വരും, മേധാശക്തി ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാനും ഓർമ്മ വയ്ക്കാനുള്ള കഴിവ് കുറഞ്ഞു വരും, മനോബലം കുറഞ്ഞു വരും. ഇതൊക്കെ സർവജ്ഞനായ ആ മഹർഷി കണ്ടു. ദീർഘദൃഷ്ടി അദ്ദേഹം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ എന്ന് സ്മരിക്കണം നമ്മൾ. കടന്നു കാണാൻ കഴിവുള്ള ക്രാന്തദർശിയും ദീർഘദർശിയായി അവിടുന്ന് വരാൻ പോകുന്ന കലികാല ജനതയെ നമ്മളെക്കുറിച്ച് ആലോചിച്ചു, പരിതപിച്ചു. ഇവരൊക്കെ എങ്ങനെയാണ് ഈ വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് ഇതിൻ്റെ തത്വമൊക്കെ മർമ്മമൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ ജീവിതത്തിൽ പകർത്തിയിട്ട് സാക്ഷാത്കാരം നേടി മുക്തരാവുക? അതുകൊണ്ട് അവരെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി ധർമ്മ സംസ്ഥാപനാർത്ഥം ഒന്നായിരുന്ന വേദത്തെ 4ആയി വിഭജിച്ച് പൈലൻ, വൈശമ്പായനൻ, സുമന്തു, ജൈമിനി മുതലായ 4 ശിഷ്യന്മാരിലൂടെ ലോകത്തിൽ പ്രചരിപ്പിച്ചു. അങ്ങനെ ശിഷ്യപ്രശിഷ്യ പരമ്പര ഈ വേദത്തെ പ്രചരിപ്പിച്ചു. പിന്നെയോ എല്ലാവർക്കും വേദം പഠിക്കാനുള്ള അറിവോ കഴിവോ അതിനുള്ള അവസര സാധ്യതകളൊന്നുമില്ല. അപ്പോൾ ഈ വേദതത്വത്തെ മനസ്സിലാക്കി വൈദിക ധർമ്മമാണ് നമ്മുടെ ധർമ്മം. ആ ധർമ്മത്തെ വേണ്ട പോലെ അനുഷ്ഠിക്കാൻ വേണ്ടി വേദസാരത്തെ പ്രകാശിപ്പിക്കുന്ന ഇതിഹാസത്തെ, മഹാഭാരതം എന്ന മഹത്തായ ഇതിഹാസത്തെയും അനേകം പുരാണങ്ങളെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ പാമരന്മാർക്ക് പോലും സദാചാരബോധം ഉണ്ടാവണം, ധർമ്മബോധം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് മഹാഭാരതം കഥാരൂപത്തിൽ, നമ്മുടെയൊക്കെ ജീവിതം പോലെ രാഗദ്വേഷങ്ങൾ നിറഞ്ഞ കഥകളാണ് അതിലല്ലേ, അങ്ങനെയുള്ള മഹാഭാരതം എന്ന മഹത്തായ ഇതിഹാസമുണ്ടാക്കി ലോകത്തിന് സംഭാവന ചെയ്തു. പഞ്ചമവേദം എന്നാണ് അതിനെ പറയുന്നത്. ആട്ടെ,
അങ്ങനെ ലോകശ്രേയസ്സിനു വേണ്ടി ഇത്രയൊക്കെ അദ്ദേഹം ചെയ്തു അല്ലേ? 17 പുരാണങ്ങൾ എഴുതി. എന്നിട്ടും വേദവ്യാസ മഹർഷിയുടെ മനസ്സിന് കൃതാർത്ഥത, ചെയ്യേണ്ടത് ചെയ്താൽ ഉണ്ടാവുന്ന കൃതാർത്ഥതയും സംതൃപ്തിയും ധന്യതയും ഉണ്ടായില്ല എന്നാണ്. അദ്ദേഹം ഏകാന്തത്തിരുന്ന് ആലോചിച്ചു, എന്താണ് എൻ്റെ കുറവ്? ഞാൻ ബ്രഹ്മചര്യവ്രതത്തോടുകൂടി ഗുരുഭൂതന്മാരുടെ ആജ്ഞയെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അവരെയും വേദങ്ങളെയൊക്കെ നിഷ്കപടമായി പൂജിച്ചു, വേദരഹസ്യത്തെ വിസ്തരിച്ചു, ലോകർക്ക് ധർമ്മബോധം ഉണ്ടാക്കാൻ വേണ്ടി ഭാരതം എഴുതി, പുരാണങ്ങൾ എഴുതി, കഥാരൂപത്തിൽ ഭഗവതത്വത്തെ പ്രതിപാദിപ്പിക്കുന്ന പുരാണങ്ങൾ എഴുതി. ഇതൊക്കെയായിട്ടും എനിക്ക് എന്താ ഒരു സംതൃപ്തിയില്ലാത്തത്? ഒരുപക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്തില്ല, സ്വയം തോന്നി അദ്ദേഹത്തിന്. എന്താ അത്? ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതും ഭഗവാൻ ഭക്തന്മാരായ പരമജ്ഞാനികളായ പരമഹംസന്മാരായ ഭാഗവതോത്തമന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമായ ഭാഗവതധർമ്മ പ്രചരണത്തിൽ ഞാൻ അത്ര ശ്രദ്ധ കൊടുത്തില്ല. അതിൽ ഞാൻ കുറച്ച് ഉദാസീനത കാണിച്ചു. ഭാഗവതധർമ്മം ആണ് ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയം, ഭഗവാൻ ഏറ്റവും പ്രിയം. അതിനെ ഞാൻ വേണ്ട പോലെ വിസ്തരിക്കായ്മയാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറവ് കാണാനുള്ളൂ. അതായിരിക്കോ ഇനി എൻ്റെ മനസ്സിന് സംതൃപ്തി ഉണ്ടാവാണ്ടിരിക്കാൻ കാരണം? ഇങ്ങനെ ആത്മപരിശോധന ചെയ്ത് നിസ്വാർത്ഥ ചിന്തനം ചെയ്ത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷാദിച്ചിരിക്കുന്ന സമയത്ത് ഇതാ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായ ഒരു ശിഷ്യൻ പാകായാൽ അവിടെ ഗുരു വരികയെ. ഗുരുവിന് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അന്വേഷിച്ചു കൊണ്ട ആവശ്യമില്ല, അന്വേഷിച്ചു പോയാൽ കണ്ടുപിടിക്കാനും പറ്റില്ല. ശരിയല്ലേ? ആത്മാർത്ഥമായി നമ്മൾ പരിതപിച്ചു അറിയണമെന്ന് ആഗ്രഹിച്ചാലോ അപ്പം ഭഗവാൻ അവസരം ഉണ്ടാക്കി തരും. എവിടെയെങ്കിലും ഒരു സത്സംഗത്തിൽ നമുക്ക് ഉത്തരം കിട്ടും. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഭഗവാന്റെ മറ്റൊരവതാരമാണ് നാരദ മഹർഷി. നല്ല സ്മരിച്ചു നമ്മൾ അവതാര കൂട്ടത്തിൽ. ഇരുത്തി പാദപൂജയൊക്കെ ചെയ്ത് നമസ്കരിച്ചു. അതിനുശേഷം കുശലപ്രശ്നമൊക്കെ ചെയ്തു. അപ്പോൾ നാരദ മഹർഷി വേദവ്യാസ മഹർഷിയോട് ഈണാപാണി സ്മയന്നിവ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ മഹർഷേ, അങ്ങക്ക് ശരീരത്തിനും മനസ്സിനുമൊക്കെ സുഖം തന്നെയല്ലേ? പരിശുഷ്യത ശാരീര ആത്മാ മാനസേവ, ശരീരത്തിനും മനസ്സിനൊക്കെ സുഖമല്ലേ ചോദിച്ചു. വ്യാസന്റെ മുഖത്ത് നോക്കിയിട്ടൊരു പുഞ്ചിരിയോടുകൂടെ ചോദിച്ചത്. എന്താ അത്? ആ പുഞ്ചിരിയിൽ ഒരു കളിയാക്കലുണ്ട് പോലെ, അല്ലെങ്കിൽ ആ പുഞ്ചിരിയിൽ എന്തൊരു അർത്ഥമുള്ളത് പോലെയാണ്. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഒരു മനുഷ്യൻ എന്തെല്ലാം അറിയേണ്ടതുണ്ടോ അതെല്ലാം അങ്ങ് അറിഞ്ഞിട്ടുണ്ട്. ധർമ്മശാസ്ത്രങ്ങളെ അറിഞ്ഞു, ധർമ്മത്തെ വിസ്തരിച്ചു, അത്യത്ഭുതമായ മഹാഭാരതം ഉണ്ടാക്കി അല്ലേ? വേദാന്ത സാര സർവസ്വമായിട്ടുള്ളതായ വേദാന്ത സൂത്രങ്ങൾ, ബ്രഹ്മസൂത്രം എഴുതി ലോകത്തിൽ പ്രചരിപ്പിച്ചു അല്ലേ? ഈ മഹാഭാരത രചന കൊണ്ട് തന്നെ അങ്ങ് കൃതാർത്ഥനാകേണ്ടതാണ്. പുരാണേതിഹാസങ്ങളെ നിർമ്മിച്ചു, ലോകത്തിന് മുഴുവനും ധർമ്മബോധം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി അങ്ങ് ഇത്രയൊക്കെ പരിശ്രമിച്ചു. എന്നിട്ടും അങ്ങയുടെ മുഖം ശോഭിക്കുന്നില്ലല്ലോ, ഉള്ളിൽ എന്തോ ഒരു ദുഃഖം അങ്ങേ അലട്ടുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. എന്താണ് അങ്ങയുടെ ആ അതൃപ്തിക്ക് കാരണം, അസ്വസ്ഥതയ്ക്ക് കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ വേദവ്യാസ മഹർഷി എന്ത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നോ അതാണ് ഇവിടെ വന്ന് നാരദൻ ചോദിക്കുന്നത്. ഉടനെ നാരദ മഹർഷിയോട് പറഞ്ഞു, ശരിയാണ് അവിടുന്ന് പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും എനിക്ക് ചെയ്യേണ്ടത് ചെയ്താലുണ്ടാകേണ്ട ഒരു കൃതാർത്ഥത, ഒരു സംതൃപ്തി തോന്നണില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്കിട്ട് മനസ്സിലാവണില്ല. അങ്ങ് പരമജ്ഞാനിയാണ്, അഗാധബോധവാനാണ്, സാക്ഷാൽ ശ്രീമൻ നാരായണൻ്റെ പ്രിയഭക്തനാണ്, അവിടത്തേക്ക് അറിയാൻ കഴിയാത്തതൊന്നുമില്ല, ത്രിലോക സഞ്ചാരിയാണങ്ങ്, സൂര്യനെയും വായുവിനെയും ഭഗവാനെയും പോലെ സർവസാക്ഷിയാണ്. അതുകൊണ്ട് എന്താണ് എൻ്റെ ന്യൂനത, പോരായ്മ, കുറവ്, എന്താണ് ഞാൻ ചെയ്യാൻ വിട്ടുപോയത് എന്ന് അങ്ങ് തന്നെ സൂചിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ നാരദ മഹർഷി പറഞ്ഞു, ശരിയാണ്, ഭവതാ അനുദിതപ്രായം യശോ ഭഗവതോ മലം ഏനൈവാസോ നതുഷ്യേത മന്യേ തദ്ദർശനം ഖിലം യഥാ ധർമാദയശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിത ന തഥാ വാസുദേവസ്യ മഹിമാ ഹ്യനുവർണിത. അങ്ങ് ധർമാർത്ഥകാമങ്ങളെ നേടാനുള്ള എല്ലാ വഴികളും ഉപദേശിച്ചിട്ടുണ്ട് ഭാരതാദികളിലൂടെ. പക്ഷേ ന തഥാ വാസുദേവസ്യ മഹിമ, ധർമ്മം അർത്ഥവും കാമവും നേടാൻ ഉള്ള വഴികളെ എത്രത്തോളം പ്രാധാന്യം കൊടുത്ത് വർണ്ണിച്ചോ അത്രയും പ്രാധാന്യം ഭഗവാന്റെ മഹിമയ്ക്ക് അങ്ങ് കൊടുത്തിട്ടില്ല. ഭാരതത്തിൽ പ്രത്യേകിച്ചും ധർമാർത്ഥങ്ങൾക്കല്ലേ, ധർമാർത്ഥകാമങ്ങൾ, ധർമാദർത്ഥശ്ച കാമശ്ച സധർമ്മ കിന്ന സേവ്യതേ എന്നാ ചോദിക്കണേ വ്യാസമഹർഷി. നിങ്ങൾ അധർമ്മത്തിലൂടെ എന്തിനാ അർത്ഥകാമങ്ങൾ ഉണ്ടാക്കണം? ധർമ്മം നിങ്ങൾക്ക് അർത്ഥകാമങ്ങളെ തരുമല്ലോ, അതുകൊണ്ട് ധർമ്മത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് അർത്ഥകാമങ്ങൾ നേടാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അർത്ഥകാമങ്ങൾക്ക്, അർത്ഥകാമങ്ങൾക്കാണ് പ്രാധാന്യം കൽപ്പിച്ചത്, ഭഗവാന്റെ മഹിമയ്ക്കല്ല.
ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കാത്ത, പ്രകാശിപ്പിക്കാത്ത അറിവ് അപൂർണമാണെന്നാണ് പറയുന്നത്. ലോകത്തിനെ മുഴുവൻ പരിശുദ്ധമാക്കാനുള്ള കഴിവ് ഭഗവാന്റെ മഹിമയ്ക്കുണ്ട്. അതിനെ കീർത്തിക്കാത്ത പ്രസംഗമാവട്ടെ, കൃതികളാവട്ടെ, അത് എത്ര തന്നെ ചാതുര്യ ഭംഗിയുള്ളതായാലും വിഷയികളായ രജോഗുണപ്രധാനികൾക്ക് അത് രുചിക്കും. പക്ഷേ ബ്രഹ്മനിഷ്ഠന്മാരും പരമഭാഗവതോത്തമന്മാരുമായ പരമഹംസന്മാർക്ക് അത് കാക്ക കുളിച്ച ചെളിക്കുണ്ട് പോലെ തോന്നുള്ളൂ. കാക്ക കുളിക്കുന്ന ചെളിക്കുണ്ടിൽ അരയന്നങ്ങൾ വന്ന് കുളിക്കുകയോ ചോദിക്കുക. അരയന്ന സമാന്മാരായ പരമഹംസന്മാർ എപ്പോഴും അബദ്ധജടിലമായാലും പ്രതിശ്ലോകങ്ങൾ അബദ്ധമായിക്കൊള്ളട്ടെ, അതിലുടനീളം ഭഗവൻ മഹിമയും ഹരിനാമത്തിൻ്റെ മുദ്ര പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സജ്ജനങ്ങൾ സന്തോഷത്തോടുകൂടി, മോദത്തോടുകൂടി, പ്രിയത്തോടുകൂടി കേൾക്കുന്നു, പറയുന്നു, കീർത്തിക്കുന്നു, സ്മരിക്കുന്നു. അതാണ്. അതുകൊണ്ട് ഭഗവാന്റെ നാമം സർവപാപഹരമാണ്. ഹരിഭക്തിയില്ലാത്ത ജ്ഞാനം പോലും ശുഷ്കമാണ് എന്ന് പറഞ്ഞു. നഷ്കർമ്മപ്യച്യുതഭാവവർജിതം നശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുതപുനഃശശ്വതഭദ്രമീശ്വരേ നജാർപ്പിതം കർമ്മ യദപ്യകാരണം. വേദാന്തങ്ങളൊക്കെ പഠിച്ചിട്ട് നേടിയ അറിവ് പോലും, ജ്ഞാനം പോലും, ആത്മജ്ഞാനം പോലും ഹരിഭക്തിയില്ലാത്തവന് മനസ്സിന് ശുദ്ധിയില്ലാത്തത് കൊണ്ട് അനുഭവത്തിൽ വരില്ല. അത്രേ നോക്കൂ, ശുഷ്കമാണെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭഗവതർപ്പണമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ ആ കർമ്മങ്ങളെ കൊണ്ട് ശ്രേയസ് ഉണ്ടാവില്ലെന്ന് പറയേണ്ടതുണ്ടോ? എന്താ അങ്ങനെ പറഞ്ഞത്? ഈ ലോകത്തിൽ സ്വാഭാവികമായും മനുഷ്യരൊക്കെ കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നവരാ, പല പല ആഗ്രഹങ്ങളുള്ളവരാണ് അല്ലേ? മനുഷ്യർ സ്വാഭാവികമായി നിന്ദ്യമായ കാമ്യകർമ്മങ്ങളെ ഇഷ്ടപ്പെടുന്നു. അതാണ് ധർമ്മം എന്നല്ലേ അങ്ങ് മഹാഭാരതത്തിൽ പറഞ്ഞത്? അതിന് വേദവ്യാസ മഹർഷിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലല്ലോ. എല്ലാവരും കാമനകളാൽ പ്രേരിതമായിട്ട് ഈ ലോകത്തിൽ കർമ്മം ചെയ്യുന്നു. അത് സാധിക്കാൻ എവിടെ പോയാൽ പറ്റും എന്ന് ചുണ്ടൽ നടക്കണത്. അതെ, ഏത് മഹാത്മാവിൻ്റെ അടുത്ത് പോയാൽ പറ്റും, ഏത് കോവിലിൽ പോയാൽ പറ്റും അല്ലേ, അല്ലെങ്കിൽ ഏത് പ്രവൃത്തി പൂജ ചെയ്താൽ പറ്റും, അല്ലെങ്കിൽ ഏത് കർമ്മം ചെയ്താൽ പറ്റും, അല്ലെങ്കിൽ ഏതിടത്ത് പോയാൽ പറ്റും, അല്ലെങ്കിൽ ഏത് തീർത്ഥാടന സ്ഥലത്ത് പോയാൽ പറ്റും, ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കണം അല്ലേ? അപ്പോൾ അതിനെ പറ്റി ഇതൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കണത് ശരിയാണോ? അല്ല. എന്താ? ശാസ്ത്രം അതല്ലല്ലോ പറഞ്ഞത്. ശാസ്ത്രം പറഞ്ഞ കർമ്മണാന പ്രജയാ ധനേന ത്യാഗേന ഏകേ അമൃതത്വമാനശോ. കർമ്മം കൊണ്ടോ പ്രജ കൊണ്ടോ ധനം കൊണ്ടോ ഒന്നും ശാശ്വതമായിട്ടുള്ളതായ സത്യം പറഞ്ഞ് കൃതാർത്ഥനാവാൻ കഴിയില്ല അല്ലേ? ത്യാഗം കൊണ്ടേ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രവൃത്തിമാർഗത്തിലാണ് ആൾക്കാർക്ക് ശ്രദ്ധ പൊതുവെ. അത് തന്നെയാണ് സത്യം, ശരിയെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ പറയാം. അത് അന്യായമായി എന്നാണ് പറഞ്ഞത്. എന്താ? വേദവ്യാസ മഹർഷി ഉപദേശിച്ചത് കേട്ട് ആ പ്രവൃത്തി മാർഗത്തിൽ ശ്രദ്ധിച്ചു കൊണ്ട് കഴിയുന്ന ആൾക്കാർക്ക് ഇനി നിവൃത്തി മാർഗത്തിൽ ശ്രദ്ധയുണ്ടാവില്ലല്ലോ. അതാണ്. അങ്ങ് തന്നെ പിന്നീട് ത്യാഗമാണ് ശ്രേയസ്സിനുള്ള മാർഗം എന്ന് പറഞ്ഞാലും ആൾക്കാർ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് അങ്ങ് ചെയ്ത് അബദ്ധമായി. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവന്മയമാണ്, ഭഗവാന്റെ ലീലയാണ് എന്നുള്ള അഭേദദൃഷ്ടിയുള്ള ആൾക്കാരുടെ കാര്യം അത് വേറെ. അതെത്ര പേരുണ്ടാവും അല്ലേ? പൊതുവേ നാനാത്വം സത്യമാണെന്ന് വിശ്വസിക്കുന്നവരല്ലേ ഈ ലോകത്തിൽ. അങ്ങനെയുള്ള ആ ആൾക്കാർക്ക് നാനാത്വത്തെ സത്യമെന്ന് വിശ്വസിച്ച് പലതിലും പാശങ്ങളോടുകൂടി പലതിൻ്റെയും പുറകെ ഓടി നടക്കുന്ന ആൾക്കാരുടെ മനസ്സിനൊരിക്കലും സ്വസ്ഥതയും ശാന്തിയും കിട്ടില്ല. കൊടുങ്കാറ്റത്ത് ഇളക്കി മറിയുന്ന ആ വഞ്ചിയിൽ കയറിയിരിക്കുന്ന ആളുടെ സ്ഥിതിയാണ്, അല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഓരോ സമയത്ത് ഓരോന്നാ തോന്നുക. ഇതിനും വേണ്ടിയിട്ട് അതിൻ്റെയും പിന്നാലെ ഓടി നടക്കുന്നവർക്ക് ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും കണി കാണാൻ സാധിക്കില്ല. ഇനി പുണ്യകർമ്മങ്ങൾ ചെയ്ത് അങ്ങേറ്റം മേലോട്ട് ബ്രഹ്മലോകം വരെ പോകാം. ബ്രഹ്മാവ് വരെ പോയാലും കീഴ്പോട്ട് സ്ഥാപനം വരെ പാപകർമ്മങ്ങളെ കൊണ്ട് പോയാലും ജന്മങ്ങളെടുത്ത് ജനനമരണങ്ങളിൽ ചുറ്റിത്തിരിയാം എന്നല്ലാണ്ട് ഭഗവത് പദപ്രാപ്തി, പരമസത്യപ്രാപ്തി, പരമോദപ്രാപ്തി സാധ്യമല്ല. ഇതാണ് പ്രവൃത്തി മാർഗം. പ്രവൃത്തി മാർഗത്തിലൂടെ എവിടെ എത്താം? ഇവിടെ വരെ എത്താം, ബ്രഹ്മലോകം വരെ എത്താൻ അർത്ഥം. അബ്രഹ്മഭുവനാ ലോകാഹ പുനരാവർത്തിനോർജുന. ബ്രഹ്മലോകം വരെ പോയാലും തിരിച്ചു വരണം. എന്നാലോ മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം ന ആപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാംഗതാഹ. പരമമായ സംസിദ്ധി എന്നെ പ്രാപിക്കില്ല, ഭഗവത് പ്രാപ്തിയാണ്. അതൊഴിച്ച് ബാക്കിയെല്ലാം സംസാരത്തിൽ തിരിഞ്ഞു കറങ്ങേണ്ടത് വരുന്നതാണ്. അതുകൊണ്ട് ഹരിഭക്തൻ മാത്രമാണ് കൃതാർത്ഥനാകുന്നുള്ളൂ. അതുകൊണ്ട് അതല്ലല്ലോ അങ്ങ് പറഞ്ഞത്,
ധർമാർത്ഥകാമങ്ങൾ നേടിക്കോളൂ, അതിനുള്ള മാർഗ്ഗമല്ലേ അങ്ങ് വിസ്തരിച്ച് പറഞ്ഞത്. ഹരിഭക്തിക്കോ ഭഗവാന്റെ മാഹാത്മ്യത്തിനോ അത്രയൊന്നും പ്രാധാന്യം കൊടുത്തില്ലല്ലോ. ഇനിയിപ്പോൾ ഭഗവത് ഭക്തൻ ഒരുപക്ഷെ സ്വധർമ്മങ്ങളെ വേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ കൂടി അയാൾക്ക് അധപ്പതനം വരുന്നില്ല എന്ന് പറയാം. എന്തുകൊണ്ട്? അവൻ ഈ ജന്മത്ത് ഭഗവത് പ്രാപ്തി നേടാതെ മരിച്ചു പോയാലും വരും ജന്മങ്ങളിൽ ഈ ജന്മത്തിൽ ചെയ്ത ഹരിഭക്തിയുടെ ഈ ഈശ്വരവാസനയുടെ ബലം കൊണ്ട് ഭജനം തുടർന്ന് അവസാനം ആ ജന്മത്തിൽ ഭഗവാനെ അടഞ്ഞ് സംസാരമുക്തി കൈവരിക്കും. അതുകൊണ്ട് അങ്ങെന്താ ചെയ്യേണ്ടത്? ഇതുവരെ ചെയ്തൊക്കെ അബദ്ധമാണെന്ന് തിരിച്ച് പറഞ്ഞിട്ട് ഇനി ചെയ്യേണ്ടത്, ഇനിയെങ്കിലും അഖിലബന്ധമുക്തയെ സർവചരാചരങ്ങളുടെയും മുക്തിക്ക് വേണ്ടിയിട്ട് അങ്ങ് ചെയ്യേണ്ടത് ഭഗവാന്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കലാണ്. ഉരുക്രമസ്യ അഖിലബന്ധമുക്തയെ, ആ സർവേശ്വരൻ്റെ അത്ഭുതകരമായിട്ടുള്ളതായ സുന്ദരലീലകളെ എല്ലാവരുടെയും ബന്ധമുക്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വർണ്ണിക്കണം. എന്നിട്ട് പറഞ്ഞു, ഇതം ഹി വിശ്വം ഭഗവാൻ ഇവേദരോ യതുജതോരകൽസ്ഥാന നിരോധ സംഭവാ തദ്ധി സ്വയം വേദ ഭവാൻ തഥാവി വൈ പ്രാദേശമാത്രം ഭവത പ്രദർശിതം. ഈ ലോകം സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ കാരണം ഭഗവാനാണെങ്കിൽ ഭഗവാൻ തന്നെ പ്രപഞ്ചമായിരിക്കുന്നത്. എന്നാൽ ഈ പ്രപഞ്ചരൂപേണ നമ്മൾ കാണുന്ന നാമരൂപങ്ങളെ അത് നശിക്കും. ഈ പ്രപഞ്ചം നശിക്കുമ്പോൾ ഭഗവാൻ നശിക്കുമോ? ഇല്ല. ഈ പ്രപഞ്ചം ഭഗവാനാണ്. പ്രപഞ്ചമുണ്ടോ? ഭഗവാനെ കൂടാതെ പ്രപഞ്ചമില്ല. എന്നാൽ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഈ ലോകം ഭഗവാനാകുന്ന അധിഷ്ഠാനത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് സത്യമെന്ന് തോന്നുന്നത്. ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിന് ആധാരം, അധിഷ്ഠാനം, ആശ്രയം. അതുകൊണ്ടാണ് സത്യമെന്ന് തോന്നുന്നത്. സത്യത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാനിലുള്ള ആ നാമരൂപങ്ങൾ ഭഗവാനിലുള്ള പ്രതിഭാസങ്ങളാണ്. കടൽ വെള്ളത്തിൽ തിരമാലകൾ പൊന്തി പറയണു. കടൽ വെള്ളത്തിലെ സത്യം, തിരമാലകൾക്ക് സത്യത്വമില്ലയോ? ഇതുപോലെയാണ്. സ്വർണത്തിൽ ആഭരണങ്ങൾ പൊന്തി പറയണു. ആഭരണങ്ങൾക്ക് സത്യത്വമുണ്ടോ? അത് നാമരൂപങ്ങളാണ്. സത്യമായിട്ടുള്ളത് സ്വർണം മാത്രമല്ലേ? ഇതുമാതിരി സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനിലാണ് ഈ പ്രപഞ്ചം സത്യമെന്ന പോലെ തോന്നണത്. ഭഗവാനാണ് ഇതിൻ്റെ അധിഷ്ഠാനം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോകമില്ലെങ്കിലും ഭഗവാന് യാതൊരു കുറവുമില്ല. ഭഗവാൻ സ്വയം സ്വമഹിമയിൽ പ്രകാശിക്കും. എന്നാൽ ഭഗവാനെ കൂടാതെ ഈ ലോകം നിലനിൽക്കുന്നതുമില്ല. ഈ പരമരഹസ്യം അങ്ങേക്ക് അറിയാലോ പറയാം. എന്താ കാരണം? അങ്ങ് ഈശ്വരാവതാരമാണ്. വ്യാസനും ഈശ്വരാവതാരമാണ്. ഒരു ആചാര്യൻ്റെ ആവശ്യമില്ല. എങ്കിലും വ്യവഹാരത്തിൽ ഗുരുശിക്ഷ വേണം എന്ന വേദപ്രമാണത്തെ മാനിച്ചുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സമാധിനാനുസ്മര തത് വിജേഷ്ടിതം. ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ ധ്യാനസമാധിയിൽ അങ്ങ് കണ്ട് അതിനെ ലോകത്തിൻ്റെ മംഗളത്തിന് വേണ്ടി വർണ്ണിക്കൂ. എന്നിട്ട് പറഞ്ഞു, ഇതം ഹി പുംസസ്തവസ ശ്രുതസ്യ വാ ശിഷ്ടസ്യ സുക്തസ്യ ബുദ്ധിദത്തയോ അവിച്യുതോർത്ഥകവിഭുർനിരൂപിതോ യദുത്തമ ശ്ലോകഗുണാനുവർണ്ണനം. വേദശാസ്ത്രങ്ങൾ പഠിക്കട്ടെ, തപസ് ചെയ്യട്ടെ, സ്വാധ്യായം ചെയ്യട്ടെ, ജ്ഞാനം സമ്പാദിക്കട്ടെ, യാഗം ചെയ്യട്ടെ, ദാനം ചെയ്യട്ടെ, ഇങ്ങനെ എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ ഒരാൾ ചെയ്യട്ടെ, ഇവയുടെയൊക്കെ ശാശ്വതമായിട്ടുള്ള ഫലമെന്താ? ഉത്തമശ്ലോകനായ ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ വർണ്ണിക്കാൻ കഴിയില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങയുടെ മനസ്സ് സന്തോഷം ഉണ്ടാവും. അത് കേൾക്കുകയും കീർത്തിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന ലോകത്തിനും എളുപ്പത്തിൽ മനസ്സിന് ശുദ്ധിയും ശാന്തിയും ഉണ്ടായിത്തീരും. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, എല്ലാത്തിനൊരു പ്രമാണം വേണ്ടേ? വേദവ്യാസ മഹർഷിക്ക് വിശ്വാസം ബോധ്യം വരാൻ വേണ്ടിയിട്ട് ശ്രീനാരദ മഹർഷി സ്വന്തം ജീവിതത്തെ ഉദാഹരണമായിട്ട് പറഞ്ഞു. ഹരികഥാശ്രവണ കീർത്തനങ്ങളെ കൊണ്ട് മാത്രം ഒരാൾക്ക് പരമശ്രേയസ്, പരമപദപ്രാപ്തി, സംസാരത്തിനുള്ള മോചനം സാധിക്കും എന്ന് എങ്ങനെ പറയാൻ കഴിയും? അതിന് ഞാനാണ് ഉദാഹരണം എന്ന് പറഞ്ഞു. ഈ നാരദൻ ആരാണ്? കഴിഞ്ഞ ജന്മത്തിൽ നാരദ മഹർഷി സ്വന്തം മഹാത്മാക്കൾ സ്വന്തം കഥകൾ ഇങ്ങനെ പറഞ്ഞു നടക്കാറില്ലല്ലോ. ഞാൻ അങ്ങനെ പണ്ട് അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാറില്ലല്ലോ. സാധാരണ അല്പന്മാരാണ് ആത്മപ്രശംസ ചെയ്യുക അല്ലേ? നാരദ മഹർഷി ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പറഞ്ഞു, എന്ത്? കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു ദാസീപുത്രനായിരുന്നു. പല വീടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മകനായിരുന്നു ഞാൻ. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടി. ഒരു സംഘം യോഗികൾ ചാതുർമാസ്യം കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഗ്രാമത്തിൽ വന്നു. അവരെ ശുശ്രൂഷിക്കാൻ നിയോഗിച്ചത് എന്നെയായിരുന്നു ആ നാട്ടുകാരൊക്കെ. കുട്ടികളുടേതായ ബാലചാപല്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. വളരെ ശ്രദ്ധയോടെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്തു കൊടുത്തുകൊണ്ട് അവർ ജപിക്കുന്ന നാമങ്ങളൊക്കെ കേട്ടുകൊണ്ടും അവർ ചെയ്യുന്ന ഹോമത്തിൻ്റെ പുക അനുഭവിച്ചുകൊണ്ടും അവർ നൈവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കി ഭഗവാന് നിവേദിക്കും. ആ പ്രസാദം അവർ കഴിക്കും. അവർ കഴിച്ചതിൻ്റെ ബാക്കിയുള്ളത് ആ പ്രസാദം എന്താ വെച്ചാൽ അത് ഞാൻ കഴിക്കും.
അവർ ഭഗവാന്റെ കഥകൾ അങ്ങനെ പറയും, അത് ഞാൻ കേൾക്കും. ഇങ്ങനെ അവരെ നിഷ്കാമബുദ്ധിയോടുകൂടി ശുശ്രൂഷിക്കുക, ഭഗവൻ നാമങ്ങൾ കേൾക്കുക, ഭഗവത് കഥകൾ കേൾക്കുക, അവരെ ഉച്ഛിഷ്ടമാകുന്ന മഹാപ്രസാദം കഴിക്കുക. ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്തായി, അതിൻ്റെ വൈഭവം കൊണ്ട് എൻ്റെ മനസ്സ് കുട്ടിയായതുകൊണ്ടും മനസ്സ് വേഗം ശുദ്ധമായി. അപ്പോൾ എനിക്ക് അവർ ചെയ്യുന്ന ആ ഹരിഭജനത്തിൽ എനിക്ക് അത്യധികം താല്പര്യം വന്നു. അവരോട് കൂടെ ചേർന്ന് ഞാനും ആ ഭജനഘോഷങ്ങളിൽ അങ്ങനെ മുഴുകി. അങ്ങനെ വേഗം എൻ്റെ മനസ്സ് നിർമ്മലവും നിശ്ചലവുമായപ്പോൾ എനിക്ക് ആ ഭഗവത് സ്വരൂപം എൻ്റെ ഹൃദയത്തിൽ ബോധ്യപ്പെട്ടു. ഞാൻ ഈ ദേഹമല്ല, ശരീരത്തിൻ്റെ ജനനമരണാദികളാവുന്ന വികാരങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല, ഞാൻ ഇതിനൊക്കെ സാക്ഷിയായിരിക്കുന്ന കേവല ആത്മസ്വരൂപമാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടായി. ഈ സത്സംഗം കൊണ്ട് തന്നെ, ആ ചെറിയ കുട്ടിപ്രായത്തിൽ തന്നെ എന്നർത്ഥം. ആലോചിച്ചു നാരദൻ്റെ സ്ഥിതി, വ്യാസീപുത്രൻ്റെ സ്ഥിതി. അങ്ങനെ രജോ ഗുണവും ഭഗവത് ഭക്തി കൊണ്ട് രജോ ഗുണം തമോ ഗുണങ്ങളൊക്കെ നശിച്ച് ശുദ്ധ സാത്വികമായ ഭക്തി എൻ്റെ മനസ്സിൽ ഉദിച്ചു നാം. അങ്ങനെ ആ ചാതുർമാസിക കഴിഞ്ഞ് ആ മഹാത്മാക്കൾ അവിടുന്ന് യാത്ര പറഞ്ഞ് പോകാൻ പുറപ്പെട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായി. അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവരുടെ സംഘത്തിൽ ചേർന്ന് അവരുടെ കൂടെ കഴിയാനുള്ള മോഹം ഉണ്ടായി. അവരെ കലക്ക് പോയി വീണ് നമസ്കരിച്ചു. ആ സമയത്ത് എനിക്ക് അമ്മ മാത്രവും, അമ്മയ്ക്ക് ഞാൻ മാത്രമാണ്. എന്നെ വളർത്താൻ വേണ്ടി പല പല മോഹങ്ങളും വെച്ചുകൊണ്ടാണ് അമ്മ പല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഇല്ലാത്ത ആ അമ്മയ്ക്ക് സഹായമാകേണ്ട ഞാൻ അവരുടെ കൂടെ പോയാൽ അവർ കൊണ്ടുപോയാൽ ശരിയാവില്ലല്ലോ എന്നുള്ളതുകൊണ്ട് അവർ എന്നെ അനുഗ്രഹിച്ചു. എവിടെ ഇരുന്നിട്ടായാലും ഈശ്വരനെ ഭജിക്കാമല്ലോ, മനസ്സുകൊണ്ടാണല്ലോ ഈശ്വരനെ ഭജിക്കുന്നത്, ദേഹം കൊണ്ടല്ലോ. അതുകൊണ്ട് ഓരോരുത്തരുടെ പ്രാരബ്ധം അനുസരിച്ചല്ലേ ഓരോരുത്തർക്കും ഓരോ അവസരങ്ങൾ വന്നു ചേരുന്നത്. അതുകൊണ്ട് നീ ഇവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഉപദേശിച്ച മാർഗത്തിൽ ഭഗവാനെ സേവിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെനിക്ക് മന്ത്രദീക്ഷയും തന്നു, ഭാഗവധർമ്മത്തെ ഉപദേശിച്ചു തന്നു. അവരെന്നെ അനുഗ്രഹിച്ചു. നിനക്ക് ഈശ്വരമത്തിൽ തന്നെ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചും വെച്ച് ആ മഹാത്മാക്കൾ അവിടുന്ന് പോയി. നാരദ മഹർഷിയുടെ കഥ കേട്ടപ്പോൾ വേദവ്യാസ മഹർഷി ജിജ്ഞാസ കൂടി. പറയുക, ഭിക്ഷുവർ വിപ്രവർത്തതയെ ആ ഋഷീശ്വരന്മാർ പോയതിന് ശേഷം, ആ യോഗികൾ പോയതിന് ശേഷം പിന്നീടുള്ള ജീവിതം എങ്ങനെയായിരുന്നു? പിന്നെ എങ്ങനെയാണ് അങ്ങേക്ക് ഈ നില കൈവരാൻ സാധിച്ചത്? കഴിഞ്ഞ ജന്മത്തിൽ നടന്ന കാര്യമല്ലേ ഇത്? ഇതൊക്കെ ഈ ജന്മത്തിൽ എങ്ങനെ ഇപ്പം അങ്ങേക്ക് ഓർമ്മയുണ്ടായത്? ഒക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ മഹാത്മാക്കളുടെ ആ കാരുണ്യമാണ് എല്ലാത്തിനും കാരണം. അവർ പോയതിന് ശേഷം ഞാൻ കുറച്ചു കാലം കൂടി അമ്മയെ സേവിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു. എല്ലാം ഭഗവാന്റെ കാരുണ്യം കൃപയായി വിചാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അമ്മ പശുവിനെ കറന്നു വരുന്ന സമയത്ത് ഒരു പാമ്പ് കടിയേറ്റ് തൽക്ഷണം മരിക്കാനിടയായി. 5 വയസ്സ് മാത്രമാണ് എനിക്കന്ന് പ്രായം. പക്ഷേ ആ മഹാത്മാക്കളുടെ കൃപ കൊണ്ട് ആ അമ്മയുടെ മരണത്തിൽ എനിക്ക് ദുഃഖം തോന്നിയില്ല എന്നാണ്. ഭഗവാനെ നിരന്തരം ഭജിക്കാനുള്ള ഏക തടസ്സം ഈ അമ്മയായിരുന്നു. ആ തടസ്സവും നീക്കി ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്രേ. അനുഗ്രഹം മന്യമാനഹ എന്നാ കൃപയായി തോന്നി. എന്തായാലും ഇനി ആരുമില്ല ബന്ധുക്കളും ബന്ധത്തിനും തടഞ്ഞു നിർത്താനായിട്ട്. അവിടുന്ന് ഇറങ്ങി നേരെ ഭഗവാന്റെ തിരുനാമങ്ങൾ പാടിക്കൊണ്ട് കീർത്തിച്ചുകൊണ്ട് നാരായണ വാസുദേവ സംകർഷണ അച്യുത അനിരുദ്ധ ഇങ്ങനെ നാമസങ്കീർഷണം ചെയ്തുകൊണ്ട് തീർത്ഥസ്ഥലങ്ങളായ തീർത്ഥസ്ഥലങ്ങളിലൊക്കെ പോയി കുളിക്കുക, കാണുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനം ചെയ്യുക, അങ്ങനെ എവിടെയാ കിട്ടുക, എന്താ കിട്ടിയെന്ന് വെച്ചാൽ പ്രസാദം കഴിക്കുക. ഇങ്ങനെ സഞ്ചാരിയായി പരിവ്രാജകനായി ഇങ്ങനെ സഞ്ചരിച്ച് അവസാനം ഒരു കാട്ടിലെത്തിച്ചേർന്നു. അപ്പോഴേക്കും ഭയങ്കര വിശപ്പ്, ദാഹം, ക്ഷീണം ഇതൊക്കെ അനുഭവപ്പെട്ടു. അപ്പോഴാണ് അവിടെ നല്ലൊരു തടാകം കണ്ടു, തെളിഞ്ഞ വെള്ളമുള്ള തടാകം. ആ തടാകത്തിലിറങ്ങി കുളിച്ചു, ധാരാളം വെള്ളമൊക്കെ കുടിച്ചു, ക്ഷീണമൊക്കെ മാറി. അവിടെ കരയ്ക്ക് ഒരു നല്ലൊരു ആല് കണ്ടു. ആ ആലിൻ്റെ ചോട്ടിൽ കയറിയിരുന്ന് ആ ഗുരുനാഥന്മാരുടെ പാതാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് അവരുടെ ഉപദേശമനുസരിച്ച് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ നിശ്ചല ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചു. ഭഗവാനെ കാണാനുള്ള ആ വെമ്പലോടുകൂടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ആ മന്ത്രം ജപിച്ചുകൊണ്ട് ആ ഭഗവത് ധ്യാന നിരതനായിരുന്ന എൻ്റെ മനസ്സിലേക്ക് ആ മഹാന്മാരുടെ കാരുണ്യം കൊണ്ട് കുറേശ്ശെ ഭഗവാന്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങി. ധ്യായതശ്ചരണാംഭോജം ഭാവനിർജിതചേതസാം ഔത്കണ്ഠ്യ അശ്രുകലാക്ഷസ്യ ഹൃദി ആസീന്മേ ശനൈർഹരി. ഭഗവാന്റെ പാദകമലത്തെ നിശ്ചല ഭക്തിയോടുകൂടി ചിന്തിച്ചുകൊണ്ടും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടും ഭഗവാനെ കാണാനുള്ള വെമ്പലോടുകൂടി പ്രാർത്ഥനാ നിർഭരമായ ഹൃദയത്തോടുകൂടി ധ്യാനിച്ചുകൊണ്ടിരുന്ന എൻ്റെ മനസ്സിലേക്ക് ആ മഹാന്മാരുടെ കൃപ കൊണ്ട് ശനൈഹി ഹരി ആവിരാസീത്. ക്രമത്തിൽ ആ ഭഗവാന്റെ രൂപം അങ്ങനെ തെളിഞ്ഞ് പ്രകാശിക്കാൻ തുടങ്ങിയിട്ട് ആ ഭഗവാന്റെ രൂപം എൻ്റെ മനസ്സിലങ്ങനെ പൂർണ്ണമായും തെളിഞ്ഞ് പ്രകാശിച്ചതോടുകൂടിയോ പ്രേമാതിഭര നിർഭിന്ന പുളകാങ്കോ അതിനിർവൃത ആനന്ദ സംപ്ലവേലീനോ ന അവശ്യമുഭയം മുനേനാം.
എന്താ എനിക്കുണ്ടായ ആ ആനന്ദത്തെക്കുറിച്ച് എന്ത് പറയാനാണ്? ആ പരമപ്രേമം കൊണ്ട് എൻ്റെ ശരീരം പുളകിതഗാത്രമായി, ഗദ്ഗതകണ്ഠനായി, കണ്ണിൽ നിന്ന് ധാരാളം ധാരാളം ആനന്ദ കണ്ണീര് വന്നു. ആ ദിവ്യാനുഭൂതിയിൽ മുഴുകി ഞാനങ്ങനെ ഇരുന്നു. എൻ്റെ മനസ്സ് ക്രമേണ ആ ഭഗവത് സ്വരൂപത്തിൽ അങ്ങനെ അലിഞ്ഞുപോയി. അതോടുകൂടി ന അവശ്യമുഭയം മുനേ, ആനന്ദക്കടലിൽ ഞാനെന്ന വ്യക്തിത്വം അലിഞ്ഞില്ലാണ്ടായ അനുഭവം. തന്നെയും മറന്നു, ലോകത്തെയും മറന്നു നട്ടം. ദേഹവിസ്മൃതിയിലാണ്ടു. ആ ധ്യാനത്തിൽ മനസ്സങ്ങനെ ഭഗവാനിൽ പോയി ലയിച്ചു ചേർന്ന് ഭഗവാൻ മാത്രമായി. അതോടെ ഭേദഭാവന, നാനാത്വം അസ്തമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരീരബോധം വന്നു. ശരീരബോധം വന്നപ്പോഴോ ആ ഭഗവാന്റെ ദർശനം നഷ്ടപ്പെട്ട സങ്കടം, ദുഃഖം, മോഹാലസ്യം വന്നു. വീണ്ടും എഴുന്നേറ്റ് ഭഗവാനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. തദഹം ഭൂയപ്രണിതായ മനോഹൃതി വീക്ഷ്യമാണോപിനാവശ്യം അവിതൃപ്തൈവാതുര. ആ ഭഗവാന്റെ ആ ദിവ്യ ആനന്ദ അനുഭൂതി ആ ഭഗവാനെ കണ്ടിട്ടുണ്ടായത് കൊണ്ട് മതിയായില്ല അനുഭവിച്ചിട്ട്. വീണ്ടും വീണ്ടും ആ കൊതിതീരാത്ത ആ കുട്ടിയമാതിരി വീണ്ടും വീണ്ടും ഭഗവത് ദർശനത്തിന് കേണ് പ്രാർത്ഥിച്ചു. പക്ഷേ പിന്നെ ആ ദർശനം ആ ജന്മത്തിൽ എനിക്കുണ്ടായില്ല എന്ന്. അപ്പം എന്നെ ആ ആത്മാർത്ഥതയെ ഭഗവാൻ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിക്കൊണ്ട് ശുചപ്രശമയന്നിവ, എൻ്റെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് എൻ്റെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് ഭഗവാൻ അശരീരിയിലൂടെ എന്നോട് ഇങ്ങനെ പറഞ്ഞു: ഹന്താസ്മിൻ ജന്മനി ഭവാൻ നമാം ദ്രഷ്ടുമിഹാർഹതി അയുവക്വകഷായാണാം ദുർദർശോഹം കുയോഗിനാം. ഈ ജന്മത്തിൽ നിനക്ക് ഇനി എന്നെ കാണാൻ കഴിയില്ല. എന്താ? അയുവക്വകഷായാണ്. മനസ്സിലെ വാസനകൾ പരിപൂർണമായി നീങ്ങി അത്യന്തം നിർമ്മലവും ശുദ്ധവുമായ ഹൃദയമുള്ളവർക്ക് മാത്രമേ എൻ്റെ ദർശനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരിക്കൽ ദർശനം തന്നതോ, ഒരു പ്രാവശ്യം ഞാൻ ആ നിന്നോടുള്ള കാരുണ്യം കൊണ്ട് നിനക്ക് ദർശനം ഉണ്ടായതാണ്. എന്തിനാ? നിനക്ക് എന്നോട് കൂടുതൽ അനുരാഗമുണ്ടാവണം. ഇപ്പോൾ ഉള്ളതിനേക്കാളും ഉത്കടമായ ആ പ്രേമം എന്നിൽ നിനക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതുണ്ടായില്ലേ? അതുകൊണ്ട് ഒരിക്കൽ എന്നെ ദർശിച്ചവർക്ക് പിന്നെ ഒരിക്കലും ഒരു നിമിഷവും എന്നെ മറക്കാനാവില്ല. എന്നെ മറക്കാനാവാത്ത ഭക്തി നിനക്കുണ്ടായിക്കഴിഞ്ഞു. ആ ഭക്തി ഉറച്ചാൽ പിന്നെ മനസ്സിൽ കാമാദി വികാരങ്ങളോ വാസനകളോ ഒന്നും ഉണ്ടാവില്ല, എല്ലാം നീങ്ങും. എൻ്റെ ഭക്തന്മാരുടെ അനുഗ്രഹം കിട്ടിയല്ലോ നിനക്ക്. അതുകൊണ്ട് നീ ഈ ജീവിതം മുഴുവനും എൻ്റെ മഹിമകളെ പാടിക്കൊണ്ട് സഞ്ചരിച്ചുകൊള്ളൂ. അവസാനം ഈ ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മത്തിൽ നീ എൻ്റെ പാർഷദനായി തീരും. ആ സമയത്ത് എൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്ക് ഓർമ്മയുണ്ടാവും. ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സാധിച്ചതാ. പ്രജാസർഗ നിരോധേവി സ്മൃതിശ്ചമതനുഗ്രഹാൽ. ആ മഹാപ്രഭുവിൻ്റെ ദർശനവും മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മറക്കാതിരുന്നത്. പിന്നെ എന്ത് ചെയ്തു? ഞാൻ അവിടുന്ന് ഇനി ദർശനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് ആ ഭഗവാന്റെ തിരുനാമങ്ങൾ പാടിക്കൊണ്ട് ലജ്ജ കൂടാതെ അവിടുത്തെ ഗുണഗണങ്ങളെ കീർത്തിച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ മതമത്സരങ്ങൾ കൂടാതെ ലോകം മുഴുവൻ സഞ്ചരിച്ചു. കാലം പ്രതീക്ഷൻ, ആ ഭഗവാൻ പറഞ്ഞ സമയം പ്രതീക്ഷിച്ചുകൊണ്ട്. എന്ത്? ഈ ദേഹം ഒന്ന് പോയി കിട്ടിയാൽ മതി. ദേഹം പോയി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ അടുത്തെത്താലോ എന്നുള്ള വിചാരത്തോടു കൂടി അങ്ങനെ ഏതോ ഒരു തീർത്ഥക്കരയിൽ ശരീരം ഉപേക്ഷിച്ചു. അതിനുശേഷമോ നേരെ ബ്രഹ്മലോകത്തെത്തി. കഴിഞ്ഞ് ബ്രഹ്മദേവൻ്റെ സൃഷ്ടി കഴിഞ്ഞ് ബ്രഹ്മദേവൻ്റെ ആ ഉറങ്ങുന്ന സമയത്ത് ബ്രഹ്മദേവനോടുകൂടി ഞാൻ ഭഗവാൻ ലയിച്ചു. അത് ഞാൻ കൽപ്പം കഴിഞ്ഞ് അടുത്ത കൽപ്പത്തിൽ വീണ്ടും ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ ആരംഭിച്ച സമയത്ത് ബ്രഹ്മാവിൽ നിന്ന് നാരദനായി ജനിച്ചു. നിത്യബ്രഹ്മചാരിയായി 3 ലോകങ്ങളിലും യാതൊരു അവിഘാതഗതിക്കൊരുത്, യാതൊരു വിഘ്നവും തടസ്സവും കൂടാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. ഈ വീണയുണ്ടല്ലോ, മഹതി എന്നാണ് ഇതിൻ്റെ പേര്. ഭഗവാൻ എന്നിൽ പ്രസാദിച്ച് തന്നതായിരിക്കെ. ഇതിലോ ആ സ്വരബ്രഹ്മവിഭൂഷിതം, സ്വരബ്രഹ്മം സാധാരണ ഈ സരിഗമപത്തന അത് സ്വരബ്രഹ്മ നാദബ്രഹ്മമാണ്. അത് സരതാനം പാടിക്കൊണ്ടിരിക്കുന്ന അതിൽ ഹരിനാമ കീർത്തിച്ചുകൊണ്ട് ഭഗവാന്റെ മഹിമകളെ ദുഃഖമനുഭവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ ദുഃഖം തീർത്തുകൊണ്ട് സഞ്ചരിക്കുകയാണ് ഞാനിപ്പോൾ എന്നർത്ഥം. ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്രയോ പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞു അല്ലേ? അന്ന് പിന്നീട് എനിക്ക് ദർശനം ഉണ്ടായില്ല. എന്നാൽ ഇന്നോ ഞാൻ ആ പ്രിയനായ ഭഗവാന്റെ തിരുനാമങ്ങളെ പാടിക്കൊണ്ട് അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഭഗവാൻ നാരദരെ എന്നെ ഒരാളെ വിളിച്ച അയാൾ എന്തോ ചോദിച്ചിട്ട് ഓടി വരില്ലേ? ഇതുപോലെ എൻ്റെ ഹൃദയത്തിൽ നിരന്തര ദർശനം തന്നുകൊണ്ടിരിക്കണു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ആ ആനന്ദത്തെ മറ്റ് യോഗാനുഷ്ഠാനങ്ങളെ കൊണ്ടൊന്നും നേടാൻ സാധിക്കില്ല പറഞ്ഞു. പിന്നെ എന്താപ്പോൾ ഈ ലോകത്തിൽ ആൾക്കാരുടെ ദുഃഖത്തിന് കാരണം പറയണു? ഏതത് ഹി ആതുരചിത്താനാം മാത്രാസ്പർശേച്ഛയാ മുഹു. വീണ്ടും വീണ്ടും ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയസേവ ചെയ്യാം.
ഇന്ദ്രിയാരാമന്മാരായി വിഷയാസക്തന്മാരായി ജീവിക്കൊണ്ടാണ് നമുക്ക് വീണ്ടും 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 ദുഃഖം ഉണ്ടാവണം, ക്ലേശം ഉണ്ടാവണത്. അങ്ങനെയുള്ള ആ ദുഃഖത്തെ തീർക്കാൻ എന്താ വഴി? ഭവസിന്ധുപ്ലവോ ദൃഷ്ടോ ഹരിചര്യാനുവർണ്ണനം. ആ ശ്രീഹരിയുടെ ഗുണഗണങ്ങളെ നിരന്തരം കേൾക്കലും കീർത്തിക്കലും സ്മരിക്കലുമാകുന്ന ഭക്തി കൊണ്ട് മാത്രമേ ആ വിഷയസേവ കൊണ്ട് ദുഷിച്ച അന്ധക്കരണം ശുദ്ധമായി നിർമ്മലമായി അവന് ശാശ്വതമായ ശാന്തിയും സുഖവും സമാധാനവും കൈവരാൻ പറ്റുള്ളൂ. എത്രയെത്രയോ അനുഷ്ഠാനങ്ങൾ ഇവിടെ ഇല്ലേ മനസ്സിനെ ശുദ്ധീകരിക്കാൻ? അതുകൊണ്ടൊന്നും ശുദ്ധാവില്ലേ? ഇല്ല. ഭഗവത് ഭക്തി കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയണ പോലെ മറ്റൊന്നും കൊണ്ടും ആവില്ല അത്രേ. ഭഗവത് ഭക്തി കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ എളുപ്പം കഴിയും. അതുകൊണ്ട് എളുപ്പത്തിൽ ആ ഭഗവാന്റെ സാന്നിധ്യം സ്വന്തം ഹൃദയത്തിൽ അനുഭവിച്ച് പരമാനന്ദമടയാം. യമാധിപരി യോഗപതൈഹി കാമലോപഹതോ മുഹുഹു മുകുന്ദ സേവയാ യദ്വത് തഥാ ആത്മാർത്ഥ ന ശാമ്യതി. പ്രാണായാമം, അഷ്ടാംഗയോഗം, ഇങ്ങനെ അനേകമനേകം സാധനാമാർഗങ്ങളുണ്ട് ഇവിടെ അല്ലേ. ഇതുകൊണ്ടൊന്നും വിഷയഭോഗം കൊണ്ട് ദുഷിച്ചിരിക്കുന്ന ചിത്തം, മനസ്സ്, വാസനകൾ നീങ്ങി ശുദ്ധാവില്ല എന്നർത്ഥം. പനി പിടിച്ച അവനെ വായിക്ക് രുചി ഉണ്ടാവില്ല അല്ലേ അല്ലേ. ഇതുപോലെ നല്ല സ്വാദിഷ്ടായ ആഹാരം ഉണ്ടാക്കി തന്നാലും രുചി ഉണ്ടാവില്ല. ഇതുമാതിരി കുറെ കാലത്ത് വിഷയസേവ കൊണ്ട് നമ്മുടെ മനസ്സിന് രുചിയില്ലാണ്ടായി. എന്തിന്? ഈശ്വര വിഷയത്തിൽ, ദാമം ജപിക്കുന്നതിൽ, കഥ പറയുന്നതിൽ, കഥ കേൾക്കുന്നതിൽ അല്ലേ, അധ്യാത്മകാര്യങ്ങളിൽ രുചിയില്ലാണ്ടാവും ആൾക്കാർക്ക്. എന്താ കാരണം? ഈ പനി പിടിച്ച പോലെ ഇതാ വിഷയപ്പനി പിടിച്ചിരിക്കുകയെ. അത് പോകണമെങ്കിൽ എന്താ വഴി? ഭഗവത് ഭക്തി ഒന്ന് മാത്രമേ മാർഗമുള്ളൂ. നിരന്തരമായ ഹരിസ്മരണ, ഹരിഭജനം. തന്ത്രിയാരമേതി ആതുരം ജഗത്. നോക്കണം, തൻ്റെ വീണയിൽ തനിക്ക് യാതൊരു ആവശ്യമില്ല, കൃതാർത്ഥനായിട്ടും ആ ഭഗവാന്റെ തിരുനാമങ്ങൾ പാടിക്കൊണ്ടും ഭഗവാന്റെ ഗുണഗണങ്ങളും മഹിമകളും പാടിക്കൊണ്ട് ലോകത്തിൽ ദുഃഖമനുഭവിക്കുന്നവരെയൊക്കെ ദുഃഖത്തിൽ നിന്ന് നിവർത്തിക്കാൻ വേണ്ടി അവരുടെ ഇടയിലേക്ക് ഇറങ്ങി സഞ്ചരിക്കുന്ന ഈ നാരദ മഹർഷിയല്ലേ ധന്യധന്യൻ, മഹാഭാഗ്യശാലി എന്ന് വേദവ്യാസന് പോലും തോന്നി. അദ്ദേഹം നാരദ മഹർഷിയെ നമസ്കരിച്ചു. പിന്നെ നാരദൻ പോയ ശേഷം എന്ത് ചെയ്തു അദ്ദേഹം? നോക്കൂ, രണ്ടാമത്തെ ശിഷ്യഗുരുക്കന്മാരെ സ്വഭാവം പറഞ്ഞു. വേദവ്യാസ മഹർഷിക്ക് അറിയില്ലായിരുന്നു എന്താണ് എൻ്റെ പരിമിതി, പോരായ്മ, എന്തുകൊണ്ടാണ് ഇതൊക്കെ പലതും ചെയ്തിട്ടും എനിക്ക് കൃതാർത്ഥതയില്ലാത്തതെന്ന്. അപ്പോൾ ഇതാ ഗുരുനാഥൻ വന്ന് പറഞ്ഞു, ഇതാ ഇത് ചെയ്യാത്തത് കൊണ്ടാണ്, ഈശ്വരമഹിമയെ വേണ്ട പോലെ കീർത്തിക്കാത്തത് കൊണ്ടാണ്, അത് അങ്ങ് ചെയ്തോളൂ. അതുകൊണ്ട് ആർക്കും പെട്ടെന്ന് ആത്മീയമായിട്ട് ഉയരാം. അതിന് തെളിവ് ഞാനാണ്. കേവലം 4 മാസത്തെ ചാതുർമാസത്തെ മഹാത്മാക്കളുടെ സേവനം കൊണ്ടും ഭഗവത് ഗുണകഥശ്രവണങ്ങൾ കൊണ്ടും തിരുനാമ സങ്കീർത്തനം കൊണ്ടുമാണ് ഞാൻ ഈ നാരദൻ്റെ നിലയിലേക്ക് എത്തിയത്. എനിക്ക് ആ ജന്മത്തിൽ ഈശ്വര ദർശനം പോലും സാധിച്ചു എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതുകൊണ്ട് അങ്ങും അങ്ങനെ ചെയ്യൂ. സമാധിയിൽ ഭഗവാന്റെ മഹിമകളെ കണ്ട് അതിനെ വർണ്ണിക്കൂ, ലോകമംഗളത്തിന് വേണ്ടി പറഞ്ഞു. നോക്കണം, ഇതുവരെ നമ്മുടെ ദുഃഖത്തിൻ്റെയും വിഷമങ്ങളുടെയും കാരണം എന്താണെന്ന് അറിയില്ലായിരുന്നു. അറിഞ്ഞാൽ ഉടനെ അതിനനുസരിച്ച് പ്രവർത്തിക്കണ്ടേ? വേദവ്യാസ മഹർഷി അതാ ചെയ്തത്. മഹർഷി ഉടനെ സരസ്വതി നദിയിൽ ഇറങ്ങി കാലുമുഖം കഴുകി ദേഹശുദ്ധി ചെയ്തുകൊണ്ട് തൻ്റെ ആ ബദരീനാഥിലുള്ള ശമ്യാപ്രാസം എന്ന പുണ്യസ്ഥലത്തുള്ള തൻ്റെ ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് ഹരിധ്യാനം ചെയ്തു, ഭഗവാനെ ധ്യാനിച്ചു അത്രയും അർത്ഥം. ബ്രഹ്മനദ്യാം സരസ്വത്യാം ആശ്രമ പശ്ചിമേ തടേ ശമ്യാപ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധന. ഋഷിമാരുടെ ആ ബ്രഹ്മതേജസ്സിനെ വർദ്ധിപ്പിക്കുന്ന പുണ്യസ്ഥലമാണത്. അവിടെ ഇരുന്നുകൊണ്ട് പ്രണതധ്യവും മനസ്വയം, ആ മനസ്സിനെ അന്തർമുഖമാക്കി മനസ്സാക്ഷിയായ ആ ഭഗവാൻ ശ്രീഹരിയുടെ പാതാരവിന്ദങ്ങളെ ധ്യാനിച്ചു. ആ സമാധി കൊണ്ട് ഭഗവാന്റെ ആ മഹിമകളെ അനുസ്മരിക്കൂ എന്നല്ലേ പറഞ്ഞത്. സമാധിന അനുസ്മര തത് വിചേഷ്ടിതെന്നാണ് ഗുരുനാഥൻ പറഞ്ഞത്. അവിടുത്തെ ഉപദേശപ്രകാരം അപ്രകാരം മനസ്സിനെ നിശ്ചലമാക്കി മനസ്സ് ആ സമാധിയിലാണ്ടു. അവിടെ സർവജ്ഞനും സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാനെ, മായാനാഥനായിട്ടുള്ളതായ സർവേശ്വരൻ്റെ ദിവ്യമംഗളസ്വരൂപത്തെ അതിന് കാണാൻ സാധിച്ചു അർത്ഥം. അപശ്യൽ പുരുഷം പൂർവം മായാൻ ചതുപാശ്രയം. പരമപുരുഷനായ ഭഗവാനെ കണ്ടു. ആ ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ മായയെ കണ്ടു. ആ ഭഗവന്മായാൽ യയാ സമ്മോഹിതോ ജീവ, ആ ത്രിഗുണാത്മികയായ മായയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് ഈ ശരീരത്തിൽ ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ദേഹമാണ്, ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ് എന്നിങ്ങനെ ആ തെറ്റിദ്ധാരണയെ പ്രാപിച്ച് ആ ജീവൻ സംസാരത്തിൽ ആ കുടുങ്ങുന്നതും കഷ്ടപ്പെടുന്നതും കണ്ടു. അവസാനമോ ആ മഹാപ്രഭുവിനെ സർവാത്മന ശരണമടഞ്ഞ് അനർത്ഥാവശമം സാക്ഷാൽ ഭക്തിയോഗം അതോക്ഷജേ, ഭഗവാനെ ഭഗവത് പാതാരവിന്ദങ്ങളെ നിഷ്കപട ഭക്തിയോടുകൂടി നിഷ്കാമമായി ഭജിച്ച് ആ ഭക്തിയോഗത്തിൻ്റെ പ്രഭാവം കൊണ്ട് ഭഗവത് കൃപ ലഭിച്ച് തെറ്റിദ്ധാരണ മോഹം, ഞാൻ ദേഹാദികളാണെന്നുള്ള തെറ്റിദ്ധാരണ മോഹമൊക്കെ തീർന്ന് ആ തൻ്റെ ആത്മസ്വരൂപമായ ഭഗവാനെ സാക്ഷാത്കരിച്ച് ജീവൻ മുക്തനാകുന്നതും കണ്ടു. ഇതൊക്കെ
നാടകത്തിലെന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിലെന്ന പോലെ ധ്യാനത്തിലിരുന്ന മഹർഷിക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്തു നോട്ടം. അപ്പം മഹർഷി വേദവ്യാസ മഹർഷി മനസ്സിലായി, കുറ്റല്ല ശ്രീനാരദ മഹർഷി പറഞ്ഞത്. ഓ, ഇതാണ് ഈ ജീവന്മാർക്ക് ഇവിടെ ആവശ്യം. ഞാനൊരു ധർമാർത്ഥ കാമങ്ങൾ നേടാനുള്ള മാർഗമല്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ഈ കാമങ്ങൾ അനുഭവിക്കും തോറും വീണ്ടും ആഗ്രഹങ്ങൾ കൂടല്ലേ, കുറയണില്ലല്ലോ. ഒരിക്കലും ധർമാർത്ഥ കാമങ്ങളെ കൊണ്ട് ജീവന് കൃതാർത്ഥതയും ധന്യതയും വരാൻ പോകുന്നില്ല. ഈശ്വരഭക്തിയുടെ പ്രഭാവം കൊണ്ട് മാത്രമേ വിഷയവാസനകൾ നീങ്ങി മനസ്സ് നിർമ്മലമായി ആ ആത്മസ്വരൂപനായ ഭഗവാനെ സാക്ഷാത്കരിച്ച് ധന്യനും മുക്തനുമാവാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ തനിക്ക് ഭഗവാൻ വ്യക്തമായി കാണിച്ചു തന്ന തൻ്റെ സമാധിയിൽ താൻ നേരിട്ട് അനുഭവിച്ചതായ ഈ സത്യത്തെ ഈ വിധം അറിയാൻ കഴിയാതെ വലയുന്ന സാധാരണ ആൾക്കാരുണ്ടല്ലോ. ലോകസ്യ അജാനതഃ വിദ്വാൻ ചക്രേ സാത്വ സംഹിതാം. അധികം ആൾക്കാരും, നമ്മളെപ്പോലുള്ള അധികം ആൾക്കാരും ഈ ലോകത്തിൽ പല ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ട. എന്താ കാരണം നമുക്കറിയണില്ല അല്ലേ? അവിടെ ഇവിടെ ഓടി നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് ഈ ലോകത്തിൽ അധികം ആൾക്കാരും ഇതറിയാതെ വലയുന്ന എല്ലാ ജീവന്മാരെയും ഉദ്ധരിക്കണം എന്നുള്ള കാരുണ്യം കൊണ്ട് ആ ഭഗവാൻ വേദവ്യാസ മഹർഷി ഗുരുനാഥൻ നാരദ മഹർഷിയുടെ പ്രേരണ അനുസരിച്ച് ഭഗവാന്റെ മഹിമയാകുന്ന ഈ ശ്രീമദ് ഭാഗവതത്തെ നിർമ്മിച്ചു. ഇതാണ് ഭാഗവത രചനയുടെ കാരണം എന്നർത്ഥം. ആ ശ്രീമദ് ഭാഗവത ശ്രവണ മാഹാത്മ്യം കൊണ്ട് തന്നെ പരപുരുഷനായ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ഭക്തിപ്രവാഹമുണ്ടാകും. യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുൽപദ്യതേ പുംസഃ ശോകമോഹഭയാപഹാം. ഈ ശ്രീമദ് ഭാഗവത ശ്രവണം, ഭഗവൻ മഹിമാശ്രവണം തന്നെ മതി ഭഗവത്പാദങ്ങളിൽ ഭക്തി ഉണ്ടാവാൻ. ആ ഭക്തി ഉണ്ടായാലോ ശോകമോഹ ഭയാപഹ, അതുവഴി സകല തെറ്റിദ്ധാരണകളും, ദേഹാഭിമാനം പോകുന്നു, ശോകം പോകുന്നു, മനം മരിക്കുന്നുള്ള ഭയം പോകുന്നു, എല്ലാം നീങ്ങുന്നു. ഇതാണ് ഭാഗവത രചനയുടെ കാരണം. രണ്ടാമത്തെ, ശുകബ്രഹ്മർഷിയെ പോലുള്ള മഹാത്മാവ്, ഒരിടത്തും സ്ഥിരമായിട്ട് നിൽക്കാത്ത ആള്, എങ്ങനെ ഈ ഭാഗവതം പഠിച്ചു? എന്നിട്ട് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അടുത്ത് 7 ദിവസം വന്നത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചുല്ലോ. അപ്പോൾ പറഞ്ഞു, ജന്മനാ ജീവൻ മുക്തനാണ് അല്ലേ, സവൈ നിവർത്തിനിരതഃ, പരമ നിവർത്തിനിരതനാണ്, ആ എപ്പോഴും ആത്മവിചാരത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ആ ശുകബ്രഹ്മർഷി എങ്ങനെ ഭാഗവതം പഠിച്ചു? ഭഗവാന്റെ ഗുണങ്ങളാൽ ആകൃഷ്ടനായി എന്ന് പറഞ്ഞാൽ മതി. ഹരേർ ഗുണ ആക്ഷിപ്തമതി ഭഗവാൻ ബാധരായണി അധികാത് മഹദാഖ്യാനം നിത്യം വിഷ്ണു ജനപ്രിയ. വിഷ്ണുഭക്തന്മാർക്കെന്നും പ്രിയങ്കരമായിട്ടുള്ളതായ ഈ ശ്രീമദ് ഭാഗവതം എന്ന ഭഗവത് മഹിമയെ ഹരിഗുണങ്ങളാൽ ആകൃഷ്ടനായിട്ടാണ് ഇദ്ദേഹം പഠിച്ചത്. അകാരണ ഭക്തന്മാരാണ് നിർഗുണ ബ്രഹ്മനിഷ്ഠന്മാരായ മഹാത്മാക്കൾ പോലും ശ്രീഹരിയിൽ നിന്നെത്തും. പറയും, ശുകബ്രഹ്മർഷിയെ ഭാഗവതം പഠിപ്പിക്കാൻ ഇദ്ദേഹം ഒരു സൂത്രം ചെയ്തു എന്ന്. ഭാഗവതം ദശമസ്കന്ധത്തിൽ മഹാപ്രഭുവിൻ്റെ മഹാത്മ്യത്തെ, ശ്രീകൃഷ്ണ മഹിമയെ സൂചിപ്പിക്കുന്ന 2 ശ്ലോകം ശിഷ്യന്മാരെ പഠിപ്പിച്ച് ഈ ശുകബ്രഹ്മർഷി ധ്യാനിച്ച് കാട്ടിൽ പോയി വികല്പ സമാധിയിലിരിക്കുക, അവിടെ പോയി പാടാൻ പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിനെ പിടിച്ചു വലിച്ച് ആകർഷിച്ച ആ രൂപം, ബർഹാപീഠം നടവരവു കർണയോ കർണികാരം ബിഭ്രത്വാസക്കനകവിശം വൈജയന്തീഞ്ചമാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ ഗീതകീർത്തി. വൃന്ദാവനത്തിലേക്ക് കൂട്ടുകാരോടുകൂടി പ്രവേശിക്കുന്ന ആ ശ്രീകൃഷ്ണന്റെ ദിവ്യരൂപം, ബിഭ്രത്വാസഃ കനകവിശഃ ബർഹാപീഠം നടവരബു, മയിൽപ്പീലി ചാർത്തിയിട്ടുള്ള കിരീടം ശിരസിൽ ധരിച്ച് ഒരു നടവരനെ പോലെ, ശ്രേഷ്ഠനായ ഒരു നടനെ പോലെ അതിസുന്ദരമായ ശരീരത്തോടുകൂടി, ചെവിയിൽ കർണികാരപ്പൂ, കൊന്നപ്പൂവൊക്കെ അണിഞ്ഞ്, സ്വർണ്ണവർണ്ണമായിട്ടുള്ളതായ പീതാംബര വസ്ത്രമണിഞ്ഞ്, അനേക പുഷ്പങ്ങൾ ചേർത്തുണ്ടാക്കിയിട്ടുള്ളതായ വൈജയന്തി മാല ധരിച്ച്, മുരളീഗാനം ആലപിച്ചുകൊണ്ട് കൂട്ടുകാരോടുകൂടി കീർത്തന ആലാപം ചെയ്യുന്ന ആ ത്രൈലോക്യസുന്ദരനായിട്ടുള്ളതായ ആ വേണുഗോപാലമൂർത്തി വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുന്ന ആ രംഗം കേട്ടപ്പോൾ ശുകബ്രഹ്മർഷിയുടെ മനസ്സ് നിർവികൽപ്പ സമാധി ഉണർന്നു എന്ന്. ഇതിന് മനസ്സിന് വിക്ഷേപം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. കൃഷ്ണന്റെ ഈ സുന്ദരമായ രൂപത്തെക്കുറിച്ച് കേട്ടപ്പോഴേ, എന്താ അത് ഇത്ര മനോഹരമായ, കേൾക്കുന്ന സമയത്ത് തന്നെ പരമാനന്ദം വഴിക്കുന്ന ഒരു വർണ്ണന. നിർവികൽപ്പ സമാധിയിൽ ചിന്ത ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന പരമാനന്ദം ഈ മഹാപ്രഭുവിൻ്റെ ഈ വർണ്ണനെ കേട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായി. അടുത്തത് ഇത് ബാഹ്യ സൗന്ദര്യം ഭഗവാന്റെ. ഇനി ആന്തര സൗന്ദര്യം. അതെന്താ? തനിക്ക് വിഷം തന്നു കൊല്ലാൻ വന്ന പൂതനയ്ക്കും
പൂതനയുടെ കുടുംബത്തിന് മുഴുവനും മോക്ഷം കൊടുത്ത ഭഗവാന്റെ അപാരമായ വർണ്ണന. അഹോ സ്വകീയം സ്തനകാളകൂടം ജിഗാംസയാപായേതപ്യസാദ്ധി ലേഭേ ഗതിം ധാതൃജിതാം തതോന്യം കം വാ ദയാലും ശരണം വ്രജേമാം. അതിദുഷ്ട സ്ത്രീയായ പൂതന ഭഗവാൻ ആ ഉണ്ണികൃഷ്ണനെ കൊല്ലാൻ വേണ്ടി മുലപ്പാലിന് പകരം കാളകൂട വിഷം തേച്ച് അത് കുടിപ്പിച്ചു അല്ലേ? പക്ഷെ ഭഗവാൻ അവൾക്കും കൊടുത്തതെന്താ? ലേഭേ ഗതിം ധാതൃജിതാം, സ്വന്തം പാലും വെണ്ണയും തന്ന് വളർത്തിയ ആ യശോദമ്മയ്ക്ക് കൊടുത്ത സൽഗതി അല്ലേ? സ്വന്തം മാതാവെന്ന പോലെ മോക്ഷാനുവതിയല്ലേ കൊടുത്തത്? പൂതന മോക്ഷല്ലേ, പൂതന പദന്നല്ലോ പറഞ്ഞത്. ഈ കാരുണ്യം പൂതനയ്ക്ക് മാത്രമാണോ? പൂതനയുടെ സഹോദരൻ അകാസുരൻ ബകാസുരൻ ഇവർക്കൊക്കെ മുക്തി കൊടുത്തു ഭഗവാൻ അല്ലേ? അത് വെച്ചോക്കൂ. തന്നെ നിരന്തരം ദുഷിച്ചുകൊണ്ടിരുന്ന, ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന, അപമാനിച്ചുകൊണ്ടിരുന്ന ശിശുപാലിനടക്കം ഭഗവാൻ മുക്തി കൊടുക്കണു. ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള കരുണാമൂർത്തിയായ ഭഗവാനെ വിട്ട് മനുഷ്യൻ വേറെ ആരെയാണ് അടയേണ്ടത്? ഇങ്ങനെയുള്ള കൃഷ്ണനേക്കാൾ കൃപയും കാരുണ്യവും ഈ ലോകത്തിൽ ആർക്കുണ്ട്? ഇത് ഭഗവാന്റെ ആന്തര സൗന്ദര്യ മഹിമ കാണിക്കുക അല്ലേ? ഈ ശ്ലോകം കൂടി കേട്ടതോടുകൂടി ശിശുക ബ്രഹ്മർഷിക്ക് ഇനി ഇരിക്കപ്രതിയില്ലാണ്ടായി, സമാധിയൊക്കെ ഉപേക്ഷിച്ചു എന്നാണ്. എന്നിട്ട് ഈ പാടിക്കൊണ്ടിരുന്നവരോട് ചോദിച്ചു, ഇതെവിടുന്ന ഇത് ആരെക്കുറിച്ച് ഇത് ആരാ പാടിയത്? പറഞ്ഞു, ഇതൊരു സാമ്പിള്. ഇതുമാതിരി എത്രയാ ഭഗവാനെ മഹിമകൾ അങ്ങയുടെ അച്ഛനറിയാം. 11,000 ശ്ലോകങ്ങളിൽ 2 ശ്ലോകം സാമ്പിൾ കേൾപ്പിച്ചതാ. അത് കേട്ടതോടുകൂടി ശുഖബ്രഹ്മർഷി ഓടി വന്ന് അച്ഛൻ്റെ അടുത്തിരുന്ന് ഒരേ ഇരിപ്പില് ആ ഭാഗവതം മുഴുവനും കേട്ടു പഠിച്ചു എന്നാണ് പറയണു. ശീശുക ബ്രഹ്മർഷി തന്നെ അത് പറയും. പരിനിഷ്ഠിതോവി നൈഗുണ്യേ ഉത്തമ ശ്ലോക ലീലയാ ഗൃഹീതചേതോരാജർഷേറാഖ്യാനം വ്യതധീതവാൻ. ശ്രീപരിഷത്തെ, ഞാൻ നിർഗുണ ബ്രഹ്മനിഷ്ഠനായിരുന്നു. പക്ഷേ ഈ കൃഷ്ണൻ്റെ ആ ലീലകൾ കേട്ട സമയത്തെ, അർത്ഥാവർണ്ണന കേട്ട സമയത്തെ എൻ്റെ മനസ്സിനെ പിടിച്ചു വലിച്ചു അവിടുന്ന്. എന്നിട്ടാണ് ഞാൻ ഈ ശ്രീമദ് ഭാഗവതം പഠിച്ചത്. തദഹം തേ അഭിദാസ്യാമി മഹാപൗരുഷികോ ഭവാൻ യസ്യ ശ്രദ്ധതാമാശുസ്യാൻ മുകുന്ദേ മതിസ്യതി. ആ ഭാഗവതം വലിയ അഭിമാനത്തോടുകൂടിയാണ് പറഞ്ഞത്. ആ ഭാഗവതം ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. ആ ഭാഗവതം കേട്ടാൽ മതി, അങ്ങയുടെ മനസ്സ് ഭക്തി കൊണ്ട് ഭഗവാനിൽ ഉറയ്ക്കും, സംസാരത്തെ വിട്ടുപോരും. നോക്കൂ, ഇതാണ് ആരെയും ആകർഷിക്കാനുള്ള കഴിവുള്ളവനാണ് ശ്രീകൃഷ്ണത്വം. നിർഗുണ ബ്രഹ്മജ്ഞാനികളെപ്പോലും ആകർഷിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണക്കാരൻ്റെ കഥ പറയേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് പറഞ്ഞു, ആത്മാരാമശ്ച മുനയഹം നിർഗ്രന്ഥ അഭി ഉരുക്രമേ കുറുവന്തി അഹൈതുകീം ഭക്തിം യുദ്ധം ഭൂതഗുണോ ഹരിഹി. ആത്മാരാമന്മാരും ജീവൻഭക്തന്മാരുമായ മുനികളെപ്പോലും അവർ പോലും ശ്രീഹരിയുടെ ആരണ ഭക്തന്മാരാവാൻ കാരണം ഭഗവാന്റെ ഗുണങ്ങൾ അത്രയും ആകർഷകമായതാണെന്നർത്ഥം. ഇതാണ് ശിശുക ബ്രഹ്മർഷി ഭാഗവതം പഠിക്കാനുണ്ടായ കാരണം. പിന്നത്തെ ചോദ്യം, എന്തിന് പരീക്ഷിത്ത് ചെറുപ്പത്തിൽ തന്നെ എല്ലാം ഉപേക്ഷിച്ച് പ്രായോപവേശം ചെയ്തു എന്നാണ് അല്ലേ? അത് പറയാൻ വേണ്ടി മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന രംഗം മുതലാണ് ഭാഗവതത്തിൽ പറയേണ്ടത്. 18 ദിവസം നീണ്ടു നിന്ന മഹാഭാരത യുദ്ധം അവസാനിച്ചു. അതിൽ അവസാനത്തെ രംഗം ഭീമസേനും ദുര്യോധനും തമ്മിലുള്ള ഗദായുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൽ ഭീമസേനൻ്റെ ഗദയടിയേറ്റ് തുടയിൽ തകർന്ന് യുദ്ധക്കളത്തിൽ വീണു ദുര്യോധനൻ. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുക. എല്ലാവരും പോയി, ഭഗവാന്റെ കൂട്ടരും എല്ലാവരും തിരിച്ചു പോയി. അന്ന് രാത്രിയിൽ ദുര്യോധനൻ മാത്രമായിരുന്ന ആ രാത്രിയിൽ അദ്ദേഹത്തിനെ ഒരു വശത്ത് കഴുകുകളും കുറുക്കന്മാരൊക്കെ ഒന്ന് കടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വത്ഥാമാവ്, ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് എന്തായി തൻ്റെ യജമാനൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടി ആ കാട്ടിലേക്ക്, ആ യുദ്ധക്കളത്തിലേക്ക് വരിക. അവിടെ വന്നപ്പോൾ ആ കണ്ട രംഗം അദ്ദേഹത്തിന് സഹിക്കാനായില്ല. തൻ്റെ സ്വാമിയുടെ കിടപ്പ് കണ്ടില്ലേ, ആരും ഇല്ലാതെ, ഒരാൾ സഹായമില്ലാതെ. ഈ സ്വാമിക്ക് അവസാന നിമിഷത്തിൽ എങ്ങനെ സഹായം ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ആലോചിച്ചു. അപ്പോഴാണ് നോക്കുമ്പോൾ പാണ്ഡവന്മാരൊക്കെ വിജയിച്ചവരൊക്കെ എല്ലാവരും കൂട്ടി ഭഗവാൻ പോയി കഴിഞ്ഞിരിക്കണു. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ അവിടെ ക്ഷീണം കൊണ്ട് ആ ശിബിരത്തിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവർ കെട്ടിയുണ്ടാക്കിയുള്ള ശിബിരത്തിൽ നേരെ അതിൻ്റെ അകത്ത് കയറി പാഞ്ചാലിയുടെ 5 മക്കൾ, ചെറുപ്പക്കാരായ 5 മക്കൾ യുദ്ധം കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് ഉറങ്ങുക. അവരെ 5 പേരെയും തല വെട്ടി മുറിച്ചെടുത്തു. അതിനുശേഷം ആ ദൃഷ്ടദ്യുമ്നെയും കൊന്നു പാഞ്ചാലിയുടെ സഹോദരൻ. അവസാനം ആ ശിബിരത്തിന് തീയിട്ട് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അതിൽ ഒന്നൊടുക്കി.
എന്നിട്ട് ഇവരെ ശിരസ്സെടുത്തുകൊണ്ട് ദുര്യോധൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ദുര്യോധന സന്തോഷാവുന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം. പക്ഷേ വീരക്ഷത്രിയനായ ദുര്യോധന് ഈ നിന്ദ്യപ്രവൃത്തി കണ്ടിട്ട് ഒട്ടും അഭിനന്ദിക്കാൻ തോന്നിയില്ല എന്നാണ്. പാണ്ഡവന്മാർ വിജയശീലാളിതരായിട്ട് വരണു പാഞ്ചാലിയുടെ അടുത്തേക്ക്. പാഞ്ചാലി നോക്കുന്ന സമയത്ത് ഭർത്താക്കന്മാർ വിജയിച്ചു എന്നോർ കൃഷ്ണൻ്റെ കൂടെ വരുന്നുണ്ട്. പക്ഷേ വിജയിച്ചു വരുന്ന ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ തൻ്റെ മക്കളെ കാണാനില്ല. ക്ഷത്രിയ വനിതകളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് പോയ പുരുഷന്മാർ തിരിച്ചു വന്നില്ലെങ്കിൽ ചോദിക്കാൻ അർഹതയില്ല. വീരസ്വർഗം പ്രാപിച്ചു എന്ന് മനസ്സിലാക്കിക്കോണം, മരിച്ചു എന്ന്. 5 ഭർത്താക്കന്മാരുടെ ജയത്തിന് താൻ കൊടുക്കേണ്ട വില നോക്കൂ. 5 ധീരപുത്രന്മാരുടെ ആയുസിനെ കൊടുക്കേണ്ടി വന്നില്ലേ? ആ പുത്രദുഃഖം താങ്ങാനാവാതെ പാഞ്ചാലി വാവിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ അർജുനന് കാര്യം മനസ്സിലായി. എന്താ, ഈ കുട്ടികൾ യുദ്ധത്തിൽ മരിച്ചു പോയി വെച്ചിട്ടാണ് പാഞ്ചാലി ഇപ്പം കരയണമെന്ന്. വാസ്തവത്തിൽ അവർ മരിച്ചിട്ടില്ല എന്ന് നല്ല ഉറപ്പുണ്ട് അർജുനന്. അവരൊക്കെ ഉറങ്ങി കിടക്കണം കണ്ടിട്ടാണ് ഏതായാലും അവരെ ഉണർത്തണ്ട, അവർ ക്ഷീണിച്ച് രാവിലെ വന്നോട്ടെ എന്ന് വിചാരിച്ച് പോന്നതാ. അത് കേട്ടിട്ട് ദേവി ആശ്വസിപ്പിച്ചു. ദേവി ഉണ്ണികൾക്കൊന്നും പറ്റിയിട്ടില്ല, അവർ സുരക്ഷിതമായി ഉറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ കൃഷ്ണ നമുക്ക് പോയിട്ട് ഇപ്പം തന്നെ അവരെ കൂട്ടിയിട്ട് വരാം, ദേവിക്ക് സമാധാനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഭഗവാൻ അറിയില്ലേ അവിടെ നടക്കാൻ പോണേ ആ സംഹാര താണ്ഡവം? ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവജ്ഞനല്ലേ? അവിടുന്ന് ഇവർക്ക് ആപത്ത് വരാതിരിക്കാൻ അവരെ അപ്പം തന്നെ കൂട്ടിയിട്ട് വന്നത്. തിരിച്ച് അന്ന് രാത്രി പോകാൻ പാടില്ല, യുദ്ധം കഴിഞ്ഞ ആ യുദ്ധക്കളത്തിലേക്ക് എന്നുള്ളത് അതിന് സമ്മതിച്ചില്ല. പിറ്റേ ദിവസം ആവാൻ തോന്നുന്നു. നേരം പ്രഭാതാവുമ്പോഴേക്കും ഈ നിന്ദ്യമായ വർത്തമാനം, ദാരുണമായ അശ്രദ്ധമായ കുട്ടികളെ വെട്ടിക്കൊന്നുന്ന വർത്തമാനം കേട്ടില്ലേ? അതോടുകൂടി പാഞ്ചാലിയുടെ ദുഃഖത്തിന് നിയന്ത്രണമില്ലാണ്ടായി. ദേവിയെ എങ്ങനെ എന്ത് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കും? അവസാനം അർജുനൻ ഒന്ന് പറഞ്ഞു, ദേവി ഇനിയിപ്പോൾ ഒന്നേ ഉള്ളൂ, പകരത്തിന് പകരം ചുയ്ക്കാം. നിന്റെ പുത്രന്മാരെ ചതിപ്രയോഗത്തിലൂടെ ഉറങ്ങിക്കിടക്കുന്ന ആ കുട്ടികളെ വെട്ടിക്കൊല്ലുന്ന മഹാഭാവിയായ ദുഷ്ടനായ നീചനായ അവനെ ഞാൻ പാഠം പഠിപ്പിക്കും. അവൻ്റെ ശിരസ് ഞാൻ മുറിച്ച് മുമ്പിൽ കൊണ്ടുവയ്ക്കാം. ആ ശിരസിലിരുന്നിട്ട് മതി നിൻ്റെ കുട്ടികളുടെ ആ ഉദകക്രിയകൾ ചെയ്യാൻ. അതുകൊണ്ട് നീ സമാധാനിക്കണം എന്ന് പറഞ്ഞ് ഭഗവാനെയും കൂട്ടിക്കൊണ്ട് ഭഗവാനാകുന്ന സാരഥിയോടുകൂടി അശ്വത്ഥാമാവനെ പിടിക്കാൻ പുറപ്പെട്ടു. അശ്വത്ഥാമ ഓടി രക്ഷപ്പെടാൻ വേണ്ടി പലയിടത്തും ഒളിച്ചു നോക്കി. പക്ഷേ അവസാനം അർജുനൻ്റെ ഇത് രക്ഷപ്പെട്ടില്ല എന്ന് മനസ്സിലായപ്പോഴോ ആത്മരക്ഷയ്ക്ക് വേണ്ടി അയക്കാനേറിയുള്ളൂ തിരിച്ചെടുക്കാനറിയാത്ത ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു. ആ ബ്രഹ്മാസ്ത്രം അർജുനനെയും ഈ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാറ് മഹാതേജസ്സോടുകൂടി പാഞ്ഞു വരണു. പ്രാണാപതമവിപ്രേക്ഷ്യ വിഷ്ണും ജിഷ്ണുരുവാച. തൻ്റെ പ്രാണനെ എടുത്തു ഈ ലോകത്തൻ്റെ മുഴുവൻ സംഹാരത്തിന് ഒരുങ്ങിയിരിക്കുന്ന ആ മഹാസ്ത്രത്തെ കണ്ട് എന്ത് ചെയ്യുന്നറിയാതെ അർജുനൻ ഭഗവാന്റെ കാൽ വീണു. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാമ ഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേ. തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാരെ ഈ സംസാര സങ്കടങ്ങളിൽ നിന്ന് പോലും രാത്രി പ്രഭോ, ഈ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വരുന്ന ഈ അസ്ത്രം എന്തെന്നറിയണില്ല, അതിന് പ്രതിവിധി എന്തെന്നറിയണില്ല. അവിടുന്ന് തന്നെ കാരുണ്യം ചെയ്ത് വഴിയുണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അർജുന, ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് തിരിച്ചെടുക്കാൻ അറിയില്ലെങ്കിലും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അയച്ചുള്ള ബ്രഹ്മാസ്ത്രമാണിത്. ഈ ബ്രഹ്മാസ്ത്രത്തിന് പ്രതിവിധി ബ്രഹ്മാസ്ത്രം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിനക്ക് ബ്രഹ്മാസ്ത്രത്തെ അയക്കാനും ഉപസംഹരിക്കാനും അറിയുമല്ലോ, ഉന്നാദം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നീ ബ്രഹ്മാസ്ത്രം അയച്ച് രണ്ടിനെയും ഉപസംഹരിക്കൂ. നോക്കൂ, സ്വന്തം പുത്രനായിട്ട് പോലും ദ്രോണാചാര്യൻ ഈ ബ്രഹ്മാസ്ത്ര വിദ്യ അശ്വത്ഥമാവിന് പഠിപ്പിച്ചില്ല. നോക്കണം, ശിഷ്യനായ അർജുനനെ പഠിപ്പിച്ചത്. അതെന്താ? ദ്രോണനറിയാം അർജുനൻ ധർമ്മത്തിന് വേണ്ടി മാത്രമേ ഈ അസ്ത്രം ഉപയോഗിക്കുള്ളൂ എന്ന്. തൻ്റെ പുത്രനെ അത്ര വിശ്വാസമില്ല അവൻ, അതുകൊണ്ടല്ല പഠിപ്പിക്കാണ്ടിരുന്നത്. ഇതിപ്പോൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്താ ഉണ്ടായതിനെ? ഇതപ്പോൾ ഇങ്ങനെ ചെയ്തില്ലേ? അല്ലേ, അയക്കാനുള്ള വിദ്യ എങ്ങനെ പഠിച്ചു ഇയാൾ? പിന്നെ അത് അർജുനന് പഠിപ്പിക്കുമ്പോൾ ഒളിഞ്ഞു നിന്ന് പതുങ്ങി നിന്ന് കേട്ടതാണ്. തിരിച്ചെടുക്കാനുള്ളത് അറിഞ്ഞില്ല. ലോകം മുഴുവൻ ഭസ്മാവും. അങ്ങനെയുള്ള ഈ അസ്ത്രം അയക്കാൻ പാടുമോ? പക്ഷേ സ്വാർത്ഥ ബുദ്ധികൾ ഇതിലധികം ചെയ്യും. ലോകം മുഴുവൻ നശിച്ചിട്ട് ഞാൻ ഒരാൾ മാത്രം ജീവിച്ചിട്ടുണ്ട്, എന്താ സന്തോഷം ഉണ്ടാവുക പറയൂ? എല്ലാവരോടൊപ്പം ഞാനും ഉണ്ടെങ്കിൽ നമുക്കൊക്കെ കൂടി സന്തോഷമായിട്ട് ജീവിക്കാം അല്ലേ? അല്ലാതെ അശ്വത്ഥാമാവിൻ്റെ ദുഷ്ടബുദ്ധി നോക്കൂ. എന്തായാലും ഇനി ബ്രഹ്മാസ്ത്രം ഒഴിയുള്ളൂ ഭഗവാൻ പറഞ്ഞു. ഉടനെ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ബ്രഹ്മാസ്ത്രം എടുത്ത് അയച്ചു. 2 ബ്രഹ്മാസ്ത്രവും കൂട്ടിമുട്ടി ലോകം മുഴുവൻ ദഹിക്കുന്ന നിലവന്ന സമയത്ത് രണ്ടിനെയും ഉപസംഹരിച്ചു. അതിനുശേഷം അശ്വത്ഥാമാവിനെ ബന്ദിയായിട്ട് പിടിച്ചു. പശുവിനെ കെട്ടണമായി കയ്യും കാലൊക്കെ കെട്ടി തേർത്തട്ടിലിട്ട് കൊണ്ടുവന്നു എന്നാണ്. കൊണ്ടുവരുന്ന സമയത്ത് ഭഗവാൻ അർജുനൻ്റെ ധർമ്മബുദ്ധിയെ പരീക്ഷിച്ചു നോക്കി. എന്തിനാണ് ഇവനെ കൊണ്ടുപോകുന്നത്? ഇവൻ്റെ ശിരസ് കൊണ്ടു കൊടുക്കാമെന്നല്ലേ ദേവിയോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കൊന്ന് ഇവൻ്റെ തല മുറിച്ചിട്ട് തലയും കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷെ അർജുനന് എത്രയായാലും എന്നെ ഈ വിദ്യ പഠിപ്പിച്ച ഗുരുനാഥൻ്റെ മകനല്ലേ, അച്ഛനും ഗുരുവും ശിഷ്യൻ ഗുരുപുത്രനും വ്യത്യാസമില്ലല്ലോ എന്നുള്ള ബഹുമാനം കൊണ്ട് കൊന്നില്ല. ഇവിടെ കൊണ്ടുവന്നു. ഏതായാലും സുപ്രീം കോടതി ജഡ്ജ് ഇപ്പോൾ പാഞ്ചാലി വിധി പറയട്ടെ എന്നുള്ള നിലയ്ക്ക് പാഞ്ചാലിയുടെ മുമ്പിൽ കൊണ്ടുവന്നു.
കയ്യും കാലും കൂട്ടിക്കിട്ടേ പശുവിനെയൊക്കെ ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകില്ലേ ഇതുമാതിരിയാണ് കൊണ്ടിട്ടേക്കണത്. പാഞ്ചാലി ദുഃഖിതയായിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താ? ഗുരുപുത്രനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കണ്ടതോടുകൂടി ഗുണവതിയായ പാഞ്ചാലി അവൻ്റെ ദുഷ്കൃതങ്ങളെല്ലാം മറന്നുകൊണ്ട് വേഗം പോയി അദ്ദേഹത്തിൻ്റെ കാലിൽ വീണങ്ങോട്ട് നമസ്കരിച്ചു എന്നർത്ഥം. പാഞ്ചാലി പറയാണ്, മുച്യതാമേഷാം ബ്രാഹ്മണോനിതരം ഗുരുഹു. ഇവനെ കൊല്ലാൻ പാടില്ല, മഹാപാപമാണ്, അഴിച്ചുവിടൂ എന്നാണ് ദേവി ഉടനെ തന്നെ പറഞ്ഞു നൃത്തം. ഉച്യതാം, മോചിപ്പിക്കൂ, അഴിച്ചുവിടൂ, കഷ്ടം, ഇവൻ ബ്രാഹ്മണൻ, വിശേഷിച്ചും ഗുരു, അതുകൊണ്ട് വേഗം ഇവനെ കട്ടയച്ചു വിടണം. ഗുരുവും ഗുരുപുത്രനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങേ വിദ്യകളൊക്കെ പഠിപ്പിച്ച ഗുരുവിൻ്റെ വംശം നശിക്കാൻ പാടില്ല. മാത്രമല്ല ദേവി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്താ? ഇവൻ്റെ അമ്മ ജീവനോടുകൂടി ഇരിക്കുന്നു. മാരോദീതസ്യ ജനനീ ഗൗതമി പരിദേവത. 5 മക്കൾ മരിച്ച ഒരമ്മയ്ക്ക് എത്ര ദുഃഖമുണ്ടെന്ന് എനിക്കറിയാം അല്ലേ? ഭർത്താവ് മരിച്ചിട്ട് അപ്പോൾ സതി ഉടന്തടി ചാടി മരിക്കാതെ ഈ കൃപി, ദ്രോണപത്നിയായ കൃപി ജീവനോടിരിക്കുന്നത് ഈ യോഗ്യനായ വീരനായ പുത്രനെ ഓർത്തിട്ടാണ്. ആ പുത്രനും കൂടി മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാൽ ആ അമ്മയ്ക്ക് ദുഃഖം താങ്ങാനാകുമോ? അതുകൊണ്ട് ഇവൻ്റെ അമ്മ പുത്രദുഃഖത്താൽ കണ്ണീരൊഴുക്കരുത്, അതുകൊണ്ട് ഒഴിച്ചു വിടണം. മാത്രമല്ല ദേവി ശപിച്ചാൽ നിങ്ങളുടെ വംശം തന്നെ മുടിഞ്ഞു പോകും, അത്രയ്ക്ക് തപശക്തിയുള്ളവരാണ്. അതുകൊണ്ട് മുച്യതാമേഷം ഉടനെ മോചിപ്പിക്കണം. നോക്കണം, തൻ്റെ 5 മക്കള് കിടന്നുറങ്ങണ കുട്ടികളെ വെട്ടിക്കൊന്ന മഹാഭാവിയെ മുമ്പിൽ ഹാജരാക്കിയിട്ട് അവന് യാതൊരു ശിക്ഷയും കൊടുക്കരുത്, നിരുപാധികം മോചിപ്പിക്കണമെന്ന് പറയണമെങ്കിൽ ആ മനസ്സിൻ്റെ, ആ ഹൃദയത്തിൻ്റെ വലിപ്പം എത്രയെന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ ഒരാൾക്ക് പറയാൻ സാധിക്കില്ല. ധർമ്മം ന്യായം സകരുണം നിർവ്യളീകം സമം മഹത്. രാജാധർമ്മസുതോ രാജ്ഞ പ്രത്യനന്ദ വജോധിജ. ദേവിയുടെ ധർമ്മബുദ്ധി എല്ലാവരും വാഴ്ത്തി. ധർമ്മം, ന്യായം, കാരുണ്യം ഒക്കെ നിറഞ്ഞ വാക്കായിരുന്നു, ആത്മാർത്ഥമായിരുന്നു ആ ദേവിയുടെ വാക്കുകൾ. എന്താ ധർമ്മം? ധർമ്മം എന്താണോ? അവനവൻ ആത്മസുഖത്തിന് ആദരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരണം, അതാണ് ധർമ്മം. ഒരുവന് നല്ലതും അന്യന് അല്ലലും ചേർപ്പ് ഒരു തൊഴിൽ ആത്മവിരോധി ഓർത്തിഴയണം, അത് അധർമ്മം. അവനോന് നല്ലത് വരാൻ വേണ്ടി മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യണത് അധർമ്മം. തൻ്റെ ദുഃഖവും സുഖവും പോലെയാണ് വേറൊരാളുടെ സുഖവും ദുഃഖവും എന്ന് മനസ്സിലാക്കി വേറൊരാളുടെ സുഖത്തെ നശിപ്പിക്കാതെ വേറൊരാൾക്ക് ദുഃഖം കൊടുക്കാതെ ജീവിക്കുന്നതാണ് ധർമ്മം. വേദവ്യാസ മഹർഷി പറഞ്ഞു, ശൂയതാം, കേൾക്കൂ, ധർമ്മരഹസ്യം ഞാൻ പറയാം. ശൂയതാം ധർമ്മസർവസ്വം ശ്രുത്വാ നിത്യം വിചാരിതാം. കേട്ടിട്ട് എന്നും ആലോചിച്ചോളൂ. എന്താ? ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത്. അവനവന് പ്രതികൂലമായത്, അനിഷ്ടമായത്, അഹിതമായത് ഒരിക്കലും മറ്റൊരാളോട് നമ്മൾ ചെയ്യരുത് എന്നും. ഇതാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാനം, മർമ്മം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരണമെന്ന് നാരായണ ഗുരുദേവനെ പോലുള്ള വലിയ യോഗീശ്വരൻ പറഞ്ഞു. അത് പച്ച മലയാളത്തിൽ. വ്യാസമഹർഷി സംസ്കൃതത്തിൽ പറഞ്ഞ അതേപടി പച്ച മലയാളത്തിൽ ഗുരുദേവൻ പറഞ്ഞു. നോക്കൂ, അതല്ലേ ഇപ്പോൾ ദേവി പറഞ്ഞത്? അവരമ്മയുടെ ദുഃഖം എനിക്കറിയാം, ആ അമ്മ ദുഃഖിക്കാൻ പാടില്ല. എൻ്റെ 5 മക്കൾ മരിച്ച ദുഃഖ എനിക്ക് ഇനി താങ്ങും തണലുമായിട്ട് എൻ്റെ ഭർത്താക്കന്മാർ 5 പേരുണ്ട് അല്ലേ? ആ ദേവിക്ക് ആരുണ്ട് ആശ്വസിപ്പിക്കാൻ, ആശ്രയിക്കാൻ അല്ലേ? അതുകൊണ്ട് ഒരിക്കലും ആ ദേവി ദുഃഖിക്കാൻ പാടില്ല. മാരോദീതസ്യ ജനനി, ധർമ്മം നിറഞ്ഞ വാക്ക്, ന്യായമാണ് പറഞ്ഞത്. കാരുണ്യമുള്ള വാക്കാണ്, നിറഞ്ഞ വാക്കാണ്. ദയ, പിന്നെയോ നിർവ്യളീകം, ആത്മാർത്ഥമായിരുന്നു ദേവിയുടെ വാക്കുകൾ. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ബഹുവാക്ക് പറഞ്ഞതല്ല എന്നർത്ഥം. ഇത് കേട്ട് ധർമ്മപുത്രനും ശ്രീകൃഷ്ണ ഭഗവാനും അർജുനും എല്ലാവരും ബലേഭേഷ് എന്ന് പറഞ്ഞ ദേവിയുടെ ആ ധർമ്മബുദ്ധിയെ വാഴ്ത്തി. നോക്കണം, ഭാഗവതത്തിലെ പാഞ്ചാലി ഭാരതത്തിലെ പാഞ്ചാലി അല്ലേ? ഭാഗവത്തിലെ ഭീഷ്മര് ഭാരതത്തിലെ ഭീഷ്മരല്ലേ? ഒരു ജീവന്റെ ഇവല്യൂഷനിൽ ഉയർന്ന തലത്തിലെത്തിയ ആ ഭാവമാണ് എല്ലാം ഭാഗവത്തിൽ. പരമഭാഗവതോത്തമനായി ഭഗവാനെ കണ്ട് സ്തുതിച്ച് ജീവൻ മുക്തനായി തീർന്ന ആ ആളെയാണ് ഭാഗവത്തിൽ കാണിക്കുന്ന ഭീഷ്മര്. ഭാരതത്തിലെ ഭീഷ്മർ അങ്ങനെയല്ല. അവിടെ കൃഷ്ണനെ തലമുടി കാണിച്ച് എന്താ പറയുക, ദൂത് പറയാൻ പോകുമ്പോൾ
സന്ധി ചെയ്ത് പോരരുത്, കാരണം യുദ്ധം ഉണ്ടാവണം, എന്നാലേ ദുശാസനെ കൊല്ലാൻ പറ്റുള്ളൂ, എന്നാലേ ചോരോണ്ട് തലമുടി കെട്ടാൻ പറ്റുള്ളൂ എന്ന് തലമുടി കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് ഭാരതത്തിൽ പറയാലേ പാഞ്ചാലിയെ. ആ പാഞ്ചാലിയല്ല ഇവിടെ. കണ്ടോ സംഭാവനയുള്ള കാരുണ്യവും ദയവും ധർമ്മബുദ്ധിയുള്ള മഹതിയായിട്ട് ഇവിടെ കാണിച്ചത്. എന്ന് പറഞ്ഞാൽ എന്താ, ഈ നിലയിലേക്കാണ് നമ്മളെല്ലാവരും ഉയരേണ്ടത്. പതുക്കെ 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 എന്ന് പറയാം. നമ്മുടെയൊക്കെ വ്യക്തിത്വത്തിൻ്റെ വികാസം ഈ ലെവലിലെത്തുമ്പോഴാണ്. അത് അങ്ങനെയാവില്ല. പരുക്കൻ വ്യക്തിത്വമായിരിക്കും നമുക്ക്. സ്വാർത്ഥങ്ങളൊക്കെ തുടങ്ങണം, നല്ലത് വരണമെന്ന് വിചാരിക്കാനും പ്രവർത്തിക്കാനും സാധിക്കണം. ആ നിലയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. അതാണ് ഭാഗവതത്തിൽ ഈ കഥാപാത്രങ്ങളുടെ അതിവിശിഷ്ടമായ ഭാവത്തെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. നമുക്കും കൂടി മാതൃകയായിട്ടുള്ളതാണ്. ആട്ടെ, എല്ലാവരും ശ്രീകൃഷ്ണനും ധർമ്മപുത്രനും എല്ലാവരും പാഞ്ചാലിയുടെ ധർമ്മബുദ്ധിയെ ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഭീമന് മാത്രം അത് ഇഷ്ടമായില്ല. ഭീമസേനൻ ചാടി വീണിട്ട് പറഞ്ഞു തസ്യ ശ്രേയാൻ വധസ്മൃത. അതെ, ഈ മഹാപാപിയായ ദുഷ്ടനെ ഇപ്പം തന്നെ കൊല്ലേണ്ടത്, അവന് ഇവിടെ തന്നെ ശിക്ഷ കൊടുക്കണം. ഇവിടെ ശിക്ഷ കിട്ടിയില്ലെങ്കിലോ മരണാന്തര യമശിക്ഷ കൊടുക്കത്രേ. അതുകൊണ്ട് ഇവിടെ ശിക്ഷ അനുഭവിക്കണം നല്ലത്. അതുകൊണ്ട് ഇവർ പറ്റിയ ശിക്ഷ കൊടുക്കാൻ വേണ്ടത്. അർജുനൻ ധർമ്മസങ്കടത്തിലായില്ലേ? പേട്ടൻ പറഞ്ഞത് കേൾക്കേണ്ടത്, ഭാര്യ പറഞ്ഞത് കേൾക്കേണ്ടത്. അപ്പോൾ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി. ഭഗവാനപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ പറഞ്ഞു, ബ്രഹ്മബന്ധുർണ ഹന്തവ്യ ആദതായി വതാർഹണ മയാ ഏവ ഉഭയമാംനാദം പരിവാഹി അനുശാസനം. ബ്രാഹ്മണൻ എത്ര മഹാപാപങ്ങൾ ചെയ്താലും അവൻ്റെ തലമുറിച്ച് കൊല്ലാൻ പാടില്ല. എന്നാലോ വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച ബ്രാഹ്മണനായാലും അവൻ ആദതായി ആണെങ്കിൽ, മാരകായുധങ്ങളുമായി തന്നെ നേരിടുകയാണെങ്കിൽ അവനെ കൊല്ലാം. അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഇവൻ ആദതായിയാണ്. ബ്രഹ്മാസ്ത്രം കൊണ്ട്, ലോകം നശിപ്പിക്കുന്ന ബ്രഹ്മാസ്ത്രം കൊണ്ട് നേരിട്ടതാ അല്ലേ? ഉറങ്ങിക്കിടക്കണവരെ കൊല്ലുക, വിഷം കൊടുത്ത് കൊല്ലുക, തീയിട്ട് കൊല്ലുക, വീടിന് തീ വയ്ക്കുക, സ്ത്രീകളെ അപമാനിക്കുക, ഈ പാപങ്ങൾക്ക് കൂട്ടു നിൽക്കുക, ഇവരൊക്കെ ആദായി ഗണത്തിൽപ്പെടും. അപ്പോൾ ഇവൻ കൗരവന്മാരൊക്കെ ആദായികളാണ്, ആ കൂട്ടത്തിൽപ്പെട്ടതാണ്, അതിന് സഹായം ചെയ്ത ആളാണ്. അതുകൊണ്ട് ഇവനെ കൊല്ലാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് രണ്ടും ഭഗവാന്റെ വാക്കാം അല്ലേ? ബ്രഹ്മബന്ധുവിനെ കൊല്ലാൻ പാടില്ല. ബ്രഹ്മബന്ധു വെച്ചാൽ ബ്രാഹ്മണാധവൻ. അർജുനന് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഈ അശ്വത്ഥാമാവൻ്റെ ശിരസിൽ ഒരു ദിവ്യരത്നം ഉണ്ടായിരുന്നു അത്രേ. ആ തലമുടിയോടുകൂടി ആ രത്നം എടുത്തു, തലമുണ്ടനം ചെയ്ത് അവിടുന്ന് നാട് കടത്തി. അങ്ങനെ തേജോവധം ചെയ്ത് നാട് കടത്തുക, അതൊരു വധ. തേജോവധം ഒരു വധമാണ് അല്ലേ? അങ്ങനെ നാട് കടത്തി തൽക്കാലം എല്ലാവർക്കും സന്തോഷമായി നൃത്തം. അതിനുശേഷം എല്ലാവരും മരിച്ച ആളുകൾക്കൊക്കെ ശേഷക്രിയകളൊക്കെ ചെയ്തു. ഭാരതയുദ്ധത്തിൽ മരിച്ച ബന്ധുക്കളെ ഉദ്ദേശിച്ച് പാണ്ഡവന്മാരും ദ്രൗപദിയും ഒക്കെ ഗംഗയിൽ ഉദയക്രിയ ചെയ്ത് കുറേ നേരം പൊട്ടി കരഞ്ഞു. ഓരോരുത്തരും ആ വിരഹ ദുഃഖം കൊണ്ടേ ഭഗവാൻ അവരൊക്കെ തത്വോപദേശം കൊണ്ട് സമാധാനിപ്പിച്ചു എന്നാണ്. സാന്ത്വയാമാസ മുനിഭിഃ ഹതബന്ധോൻഷുചാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയൻ അപ്രതിക്രിയാം. ഋഷിമുനികളെ കൊണ്ടും ഭഗവാൻ നേരിട്ടും അവർക്ക് ഉപദേശം കൊടുത്തു. എന്താ, ജനനവും മരണമൊക്കെ കാലഗതിയാണ്, അതിനെ തടുക്കാൻ ആർക്കും സാധിക്കില്ല എന്നിങ്ങനെയൊക്കെയുള്ള തത്വോപദേശം ചെയ്ത് അവരെയൊക്കെ സമാധാനിപ്പിച്ചു. അതിനുശേഷം കൗരവന്മാർ ചതിയിലൂടെ അപഹരിച്ചതും ഇപ്പതാ തനിക്ക് സ്വായത്തമായതുമായ ആ രാജ്യത്തെ ഭഗവാൻ പാണ്ഡവന്മാർക്ക് സ്വാധീനമാക്കി കൊടുത്തു. അതിനുശേഷം ഭഗവാൻ പറയുകയാണ്, ഞാൻ കുറേ നാളായില്ലേ ഇപ്പോൾ വന്നിട്ട്, ദ്വാരകയ്ക്കും തിരിച്ചു പോകണ്ടേ, അവിടെയുള്ളവരൊക്കെ എന്നെ കാണാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ തിരിച്ച് ദ്വാരകയ്ക്ക് പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് ഭഗവാൻ തേരിൽ കയറാൻ തുടങ്ങി. ആ സമയത്താണ് അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തര, അഭിമന്യു യുദ്ധത്തിൽ മരിച്ചു. അപ്പോൾ പത്നിയായ ഉത്തര ഗർഭിണിയാണ്. ആ ഉത്തര ഭയവിഹ്വലയായിക്കൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ വന്ന് വീണു. ഉത്തര പറഞ്ഞു, പാഹി പാഹി മഹായോഗിൻ ദേവദേവന കൽപ്പതേ നാന്യന്തത ഭയം പശ്യേ എത്ര മൃത്യുഃ പരസ്പരം. ഭഗവാനെ, ദേവദേവ, ജഗൽപതേ, രക്ഷിക്കണേ രക്ഷിക്കണേ. കത്തിക്കാളുന്ന അഗ്നിയെ പോലെ ഇതാ വലിയൊരു ബാണം എന്നെയും എൻ്റെ ഉള്ളിലുള്ളതായ ശിശുവിനെയും ദഹിപ്പിക്കാൻ വേണ്ടി പാഞ്ഞു വരുന്നുണ്ട്. കാമന്തഹതു മാം നാഥ മാമേ ഗർഭോ നിവാത്യതാം. എന്നെ കൊന്നോട്ടെ, ഞാൻ മരിച്ചോളം, എനിക്ക് വിരോധമില്ല. പക്ഷേ ഈ ഗർഭത്തിലുള്ള ശിശുവിന് ആപത്ത് വരാതെ കാത്തുരക്ഷിക്കണമേ, ഈ വംശം രക്ഷപ്പെടണ്ടേ ഇതിലൂടെ. ഇങ്ങനെ ദയനീയമായി ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. പറഞ്ഞു, എന്തേ ദേവി ഭഗവാന്റെ അടുത്ത് വന്നത്? എത്ര ആൾക്കാരവിടെയില്ലേ, അവരെ ആരെ ആശ്രയിച്ചൂടെ? അപ്പോൾ ആ ഉത്തരയുടെ ഭക്തി, ഭഗവാനുള്ള പരിപൂർണമായ വിശ്വാസം അവർക്കറിയാം. ഈ ലോകത്തിൽ ആരെ ആശ്രയിച്ചിട്ടും കാര്യമില്ല. എന്താ കാരണം? അന്യം ത്വതഭയം പശ്യേ, ഭഗവാനെ ഒഴിച്ച് വേറൊരാളെയും ഞാൻ
രക്ഷയായിട്ട് കാണുന്നില്ല, രക്ഷാസ്ഥാനമായിട്ട് കാണുന്നില്ല, അഭയസ്ഥാനമായിട്ട് കാണുന്നില്ല എന്ന്. എന്താ കാരണം? എല്ലാവരും മരണത്തിൻ്റെ കളിപ്പാട്ടങ്ങളാ, അന്തകൻ്റെ കളിപ്പാട്ടങ്ങളാ. മരണത്തെ ഭയപ്പെട്ട് കഴിയുന്നവരല്ലേ. അപ്പം ആർക്കാ നമ്മളെ രക്ഷിക്കാൻ കഴിയുക? പരസ്പരം ഭഗവാൻ മാത്രമാണ് കാലാരി. ഭഗവാൻ മാത്രമാണ് മരണത്തെയും മരണത്തിൻ്റെയും അധിപത, മരണത്തിനെയും അധിവർത്തിച്ച ആള്. ആ ഭഗവാന് മാത്രമേ നമ്മളെ മൃത്യുഭയത്തിൽ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചു. കുന്തി നോക്കൂ, കുന്തിയുടെ ഭക്തി. കുന്തി എന്ത് വന്നാലും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യാം അല്ലേ. കുന്തിയുടെ ഭക്തി ആ കുന്തിയുടെ വംശത്തിൽ കുടുംബത്തിൽ വന്നവർക്കൊക്കെ കിട്ടി. നോക്കണം, കുന്തിയുടെ മരുമകളാണ് ദ്രൗപദി, പാഞ്ചാലി. പാണ്ഡവന്മാരുടെ ഭക്തിയേക്കാളും കൃഷ്ണനോട് ഭക്തി കൃഷ്ണയ്ക്കാ, പാഞ്ചാലിക്ക അല്ലേ. പാഞ്ചാലി വിളിക്കുമ്പോഴേക്കും ഭഗവാൻ എവിടെ? ദ്വാരകയിൽ ഇരിപ്പുറക്കില്ല. അതാ. ഇനിയോ ആ പാഞ്ചാലിയുടെ മരുമകളല്ലേ ഇപ്പം ഈ ഉത്തര, അഭിമന്യുവിൻ്റെ ഭാര്യയല്ലേ. ആ ഉത്തരയുടെ സംസ്കാരം നോക്കൂ. തൻ്റെ തന്നെ നശിപ്പിക്കാൻ വരുന്ന ആ അസ്ത്രം കണ്ടതും ഈ ആപത്ത് രക്ഷിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഭഗവാൻ കൃഷ്ണനുള്ള ശ്രദ്ധ, വിശ്വാസം, ഭഗവാന്റെ കാൽക്കൽ വന്ന് പരിപൂർണ ശരണാഗതി അടഞ്ഞു. ഭഗവാനെ ഈ വംശത്തെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഭഗവാൻ നോക്കി, എന്താത്? അപാണ്ഡവമിതം കർത്തും ദ്രൗണേരസ്ത്രമബുദ്ധ്യത. ഭഗവാൻ നോക്കുമ്പോൾ ഒന്നല്ല, ഉത്തര ഒന്നേ മണ്ടല്ലോ, മറ്റ് 5 എണ്ണം പാണ്ഡവന്മാരെ 5 പേരെ വകവരുത്താൻ വേണ്ടി അവരെ നേരേക്ക് പോകുന്നുണ്ട്. 6 സങ്കല്പത്തിൽ ബ്രഹ്മാസ്ത്രം വീണ്ടും അയച്ചിരിക്കുക. നോക്കണം, തൻ്റെ 5 പുത്രന്മാരും കിടന്നുറങ്ങുന്ന സമയത്ത് വെട്ടിക്കൊന്ന മഹാഘാതകിയെ മുമ്പിൽ തെളിവ് സഹിതം ഹാജരാക്കിയിട്ടും യാതൊരു ശിക്ഷയും കൊടുക്കരുതെന്ന് പറഞ്ഞ് 20 വിട്ടയച്ച ആ ദുഷ്ടൻ, നീചനായ അശ്വത്ഥമാവിൻ്റെ മനസ്സ് നോക്കൂ. ആ വംശത്തെ മുഴുവനും ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കണം, അപാണ്ഡവ വിമതം കർത്തും, ഭൂമിയിൽ പാണ്ഡവ വംശം ഇനി ബാക്കിയാവരുന്ന് വിചാരിച്ച് വീണ്ടും 6 സങ്കല്പത്തിൽ ബ്രഹ്മാസ്ത്രം അയച്ചു. തിരിച്ചെടുക്കാൻ കഴിയാത്തത്, ലോകം മുഴുവൻ ദഹിപ്പിക്കണത്. ഭഗവാൻ ഇത് മനസ്സിലാക്കിയില്ലേ. ഉടനെ ഭക്തവത്സനായ മഹാപ്രഭു തൻ്റെ സുദർശനം എടുത്തുകൊണ്ട് ആ പാണ്ഡവന്മാരെ നേരെ കാണിച്ച് അവരെ നേരെ വന്ന ആ ബ്രഹ്മാസ്ത്രത്തെയൊക്കെ നശിപ്പിച്ചു. ഉത്തരയോ അത് പാണ്ഡവന്മാരുടെ നേരെ ആ സുദർശനം കാണിച്ചു. ആ സുദർശനത്തിൽ ആ ബ്രഹ്മാസ്ത്ര തേജസ് ലയിച്ചു ചേർന്നു. അത് കാണിച്ചപ്പോൾ വരെ ഭഗവാൻ ഉത്തരയെ രക്ഷിക്കാനും. പക്ഷെ ഉത്തരയെ പ്രത്യേക രീതിയിൽ രക്ഷിച്ചത് ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിൻ്റെ ഉള്ളിൽ, വയറ്റിൻ്റെ ഉള്ളിൽ അതിതേജസ്വിയായിട്ടുള്ളതായ ചെറിയൊരു വിഷ്ണു രൂപത്തിൽ ആ കുട്ടിക്ക് ദർശനം കൊടുത്തിട്ടാണ് കുട്ടിയെ രക്ഷിച്ചത്. അങ്കുഷ്ഠമാത്ര വലിപ്പം, പെരുവലിൻ്റെ വലിപ്പത്തിൽ മഞ്ഞപ്പട്ടെടുത്ത് പൊന്നിൻകിരീടമണിഞ്ഞ് ആഭരണങ്ങളൊക്കെ ഹരിച്ചുകൊണ്ട് ഗൗമോദി ഗതയുമായിട്ട് ആ കുട്ടിക്ക് ചുറ്റുമിങ്ങനെ ഓടി നടന്ന് ഗത കൊണ്ട് ആ ബ്രഹ്മാസ്ത്ര തേജസ്സിനെ നശിപ്പിക്കുന്ന ആ ഭഗവാന്റെ ദിവ്യരൂപം ഈ പരീക്ഷിത്താവാൻ പോണ കുട്ടി ഗർഭത്തിലിരിക്കുമ്പോൾ കാണാൻ ഭാഗ്യമുണ്ടായി. അങ്ങനെ വിശേഷ രീതിയിൽ ഭഗവാൻ രക്ഷിച്ചു തൻ്റെ തേജസ് കൊണ്ട്. ഇങ്ങനെ തങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കും അടിക്കടി വന്നു ചേർന്ന ആപത്തുകളിൽ നിന്ന് മുഴുവനും ഞങ്ങളെയും കുടുംബത്തോടുകൂടി കാത്തുരക്ഷിച്ച ആ മഹാപ്രഭു ഒന്നും അറിയാത്ത മാതിരി ഒരു മനുഷ്യനാട്യം അഭിനയിക്കുക. യാദവന്മാരുടെ ഒരാളായി, പാണ്ഡവന്മാരുടെ കുടുംബത്തിലെ ഒരാളെ മാതിരി, അവർക്കിടെ സുഹൃത്തെന്ന പോലെ, മിത്രമെന്ന പോലെ, ബന്ധു എന്ന പോലെ ആ ഭഗവാൻ. അതും കഴിഞ്ഞ് ആ ആപത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിഞ്ഞ് പുറപ്പെട്ടാണല്ലോ, ദ്വാരകയ്ക്ക് പോകാൻ പുറപ്പെട്ടപ്പോഴാണല്ലോ ഉത്തരം ഓടി വന്നത്. ഏതായാലും ആ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിച്ചു. അതിനുശേഷം ഭഗവാൻ പോകാൻ പുറപ്പെട്ട സമയത്ത് കുന്തിക്ക് ആ ഭഗവാന്റെ മഹത്വം ലോകത്തോടൊന്ന് വിളിച്ചു പറയാതിരിക്കാൻ വയ്യ. ആരാണ് ഈ കൃഷ്ണൻ? ആ കൃഷ്ണൻ ജീവിച്ച കാലത്ത് തന്നെ കൃഷ്ണനെ മനുഷ്യനായിട്ട് അധികം ആൾക്കാരും കണ്ടത് അല്ലേ. കൃഷ്ണനിലെ ദിവ്യത്വം, ദൈവികത തിരിച്ചറിഞ്ഞവർ ഒരു ഭീഷ്മരെ അറിഞ്ഞിട്ടുണ്ടാവും, ഒരു വിതുരരെ അറിഞ്ഞിട്ടുണ്ടാവും, ഒരു കുന്തി അറിഞ്ഞിട്ടുണ്ടാവും, കുറച്ച് ആൾക്കാരെ അറിഞ്ഞിട്ടുള്ളൂ. അധികം പേർക്ക് അതിനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ട്. ഏത് കാലത്തും അങ്ങനെയാണ്. ഈശ്വരാവതാരങ്ങളുണ്ടാവും, മഹാത്മാക്കളുണ്ടാവും, അവർ മനസ്സിലാവില്ല എന്നർത്ഥം. പക്ഷേ കുന്തിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി. കുന്തിക്ക് കൃഷ്ണനുമായിട്ടുള്ള സംബന്ധം ആങ്ങളുടെ മകനാ. പക്ഷെ അങ്ങനെയാണോ കുന്തി കണ്ടത്? അല്ല, കുന്തി കണ്ടത് സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിയായി, പ്രപഞ്ചകാരനായി, പ്രകൃതിക്ക് നാഥനായി, സർവാന്തര്യാമിയായി, ഇന്ദ്രിയ മനോബുദ്ധികളെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നവനും എന്നാൽ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിഷയമല്ലാത്തവനുമൊക്കെ ആയിട്ടുള്ള ആ പരമാത്മസ്വരൂപനായിട്ടാണ്. നമസ്യേ പുരുഷം ദ്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാമന്തർബഹിരവസ്ഥിതം. ആരാണ് കൃഷ്ണൻ? പ്രകൃതിയെക്കൊണ്ട് ലീലയായിട്ട്, ത്രിഗുണാത്മികയായ പ്രകൃതിയെക്കൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ലീലയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരമപുരുഷനാണ് അവിടുന്ന്. സർവചരാചരങ്ങളുടെ ഹൃദയത്തിൽ അകത്തും പുറത്തും വായുവിനേമാരി നിറഞ്ഞിരിക്കുന്നവനാണ്. എന്നാലും ആർക്കും അറിയാൻ കഴിയാതിരിക്കുന്നവനാണ്.
എന്താ? മായാജവനികാച്ഛന്നം, മായയാവുന്ന തിരശ്ശീല കൊണ്ട് മറയപ്പെട്ടിരിക്കുകയാണ് ഭഗവാന്റെ വാസ്തവ സ്വരൂപം. ഒരു തിരശ്ശീലിട്ട് കഴിഞ്ഞാൽ തിരശ്ശീലയുടെ പുറകിലുള്ള വസ്തുവിനെ ആൾക്കാർക്ക് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന യാദവോത്തമൻ എന്ന പാണ്ഡവന്മാരുടെ സുഹൃത്തെന്ന വേഷം കെട്ടിയിരിക്കുക. നടോ നാട്യധരോ ഏത. എങ്ങനെ ഒരു നടൻ വേഷം കെട്ടി സ്റ്റേജിൽ നിന്ന് കളിക്കുമ്പോൾ കാണാൻ ആരൊക്കെ എന്ന്, എൻ്റെ കളി കാണാൻ ആരൊക്കെ വന്നേക്കണേന്ന് നടൻ എല്ലാവരെയും മനസ്സിലാവും അല്ലേ? പക്ഷേ ഈ അഭിനയിക്കുന്ന ആ ആളെ, അഭിനേതാവിനെ മനസ്സിലാവില്ല. കാരണം ആ വേഷം കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. ഇതുപോലെയാണ് നടനെല്ലാവരും, നടനെ മനസ്സിലാവില്ല മറ്റുള്ളവർക്ക്. ഇതുപോലെയാണ് പരമാത്മാവാകുന്ന, പ്രപഞ്ചകാരനാകുന്ന, പ്രകൃതിയുടെ നാഥനാകുന്ന, സർവാന്തര്യാമിയാകുന്ന, ജഗതീശ്വരനാകുന്ന സർവേശ്വരൻ ഇപ്പതാ മായ കൊണ്ട് ഒരു വേഷം കെട്ടി. എന്ത്? കൃഷ്ണൻ എന്ന വേഷം, ദേവകീപുത്രൻ എന്ന വേഷം, വസുദേവനന്ദൻ എന്ന വേഷം, അല്ലേ? പാണ്ഡവന്മാരുടെ പാണ്ഡവമിത്രം എന്ന വേഷം, ഇങ്ങനെയൊക്കെയുള്ള യാദവ പ്രമാണി എന്ന വേഷം ഒക്കെ കെട്ടിക്കൊണ്ട് ലോകത്തിൽ ലീല ചെയ്യാണ്. പക്ഷേ കുന്തിയെ ഒളിപ്പിക്കാൻ, മറയ്ക്കാൻ സാധിച്ചില്ല. കുന്തി ആ നടനെ കണ്ടുപിടിച്ചു. പരമാത്മ നടനാണ് ഈ വേഷം കെട്ടിക്കളിക്കണമെന്ന് മനസ്സിലായി എന്നർത്ഥം. പറഞ്ഞു ഭഗവാനെ, അവിടുത്തെ മാഹാത്മ്യം പരമഹംസന്മാർക്ക് പോലും മനസ്സിലാക്കാൻ വിഷമം. അവർക്ക് പോലും ഭഗവത് ഭക്തിയെ വളർത്താൻ വേണ്ടിയിട്ടല്ലേ അവിടുത്തെ അവതാരം തന്നെ. ആ മഹർഷികാർക്ക് പോലും അവിടുത്തെ മഹിമ മനസ്സിലാവാൻ വേണ്ട പോലെ പറ്റണില്ല വെച്ചാൽ പിന്നെ മൂടയും അബലയും സ്ത്രീയും ഏഴയൊക്കെ ആയി ഞാനെങ്ങനെ അറിയും? കഥം പശ്യേമഹി സ്ത്രീയാം. പക്ഷേ ലോകർക്ക് അങ്ങേ അറിയുന്ന മാതിരി സേവിക്കാലോ. ഇപ്പം കൃഷ്ണനെ, ഭഗവാനെ ആ സച്ചിദാനന്ദമൂർത്തിയായിട്ടൊക്കെ കണ്ട് ആരാധിക്കാൻ പറ്റിയാൽ നല്ലത്. അങ്ങനെ പറ്റിയില്ലെങ്കിലും നമുക്ക് എങ്ങനെ ആ ഭഗവാനെ കുറിച്ച് കേട്ടുകേൾവിയുണ്ടോ അതുമാതിരി ഭജിക്കാൻ തുടങ്ങാലോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ആരാണ് ഈ കൃഷ്ണൻ? ശ്രീകൃഷ്ണ. ലോകം മുഴുവൻ കൃഷ്ണൻ എന്നറിയപ്പെടുന്നവൻ, കറുത്ത നിറമായോണ്ട് ഗർഗമഹർഷി വന്ന് കൃഷ്ണൻ എന്ന് പേരിട്ടു എന്ന് ലോകർ വിശ്വസിച്ച് നടന്നവൻ, വസുദേവരുടെ പുത്രനായി അവതരിച്ച വാസുദേവൻ, ദേവകി പുത്രനായി അവതരിച്ച ദേവകി നന്ദനൻ, അല്ലേ? നന്ദഗോപരുടെയും യശോദയുടെയും വളർത്തുപുത്രനായി വളർന്ന നന്ദകുമാരൻ, ഗോപീലോലൻ, വൃന്ദാവന വിഹാരി, പത്മനാഭൻ, ഇങ്ങനെയൊക്കെ ഭഗവാനെ നമുക്കറിയാലോ. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ അവിടുത്തെ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ എന്താർത്ഥം? ദേവി പറയാണ്, ഭഗവാന്റെ പരമാത്മസ്വരൂപമൊക്കെ നമുക്ക് മനസ്സിലാക്കി അറിഞ്ഞ് ഭജിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല. അതിന് കഴിവുള്ളവർ അങ്ങനെ ഭജിക്കട്ടെ. സാധാരണക്കാർക്ക് എങ്ങനെ ഭജിക്കാൻ പറ്റും? അവിടുത്തെ തിരുനാമങ്ങൾ ജപിച്ച് അവിടുത്തെ ആത്മാവാണെന്ന് ബോധ്യവും സാക്ഷാത്കരിക്കും. ഇതുമെന്ന് പിടിച്ചാൽ മതി, ഇവിടെ തുടങ്ങിയാൽ മതി. അതേസമയത്ത് അവിടുന്ന് ആരാണ്? ഓ പത്മനാഭനാണ് ഭഗവാനെ. അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളെ എങ്ങനെ ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കും? ഭഗവാനെ, കംസനെ ഉദരവും കൊണ്ട് എത്ര കാലം അവിടുത്തെ അച്ഛനും അമ്മയും ആ കാരാഗൃഹത്തിൽ കിടന്നു. അവരെ അനുഗ്രഹിക്കാൻ ഭഗവാൻ വളരെ കാലം കാത്തിരുന്നു. അതും എന്നിട്ട് ഒരിക്കൽ രക്ഷിച്ചുള്ളൂ അല്ലേ? എന്നാൽ ഞങ്ങളെ അങ്ങനെയാണോ? അടിക്കടി എത്ര ആപത്തുകളാണ് വന്നത്. ആ ആപത്ത് വരുമ്പോഴൊക്കെ ഓടി വരിക. അവരെ ഒരു പ്രാവശ്യം അച്ഛനമ്മയെ രക്ഷിച്ചുള്ളൂ. അതും കുറെ കാലം കാത്തിരുന്നേണ്ടി വന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും കാത്തിരിക്കേണ്ടി വന്നില്ല. ഓരോ ആപത്ത് വരുമ്പോഴേക്കും ഭഗവാൻ ഓടി വരുന്നുണ്ട് രക്ഷിക്കാൻ അല്ലേ? അതും ദേവകി അച്ഛനും അമ്മയും അവരെ മാത്രമേ രക്ഷിച്ചുള്ളൂ, മക്കളെ രക്ഷിച്ചില്ല. മക്കളെ കംസ കൊല്ലുണ്ടായത്. ഞങ്ങളെ എങ്ങനെയാണോ? ഞങ്ങളുടെ മക്കളോടുകൂടി സഹാത്മജാ വിഭോ വിമോചിതാഹം എന്നാ പറഞ്ഞത്. മക്കളോടുകൂടി എത്ര ആപത്തുകൾ നിന്നാണ് ഭഗവാനെ അവിടുത്തെ കാത്തുരക്ഷിച്ചത്. വിഷാത്മഹാഗ്നേ പുരുഷാദർശനാത് അസൽസഭായ വനവാസകൃച്ഛത മൃതേ അനേകമഹാരഥാസ്ത്രത ദ്രൗണ്യസ്ത്രജശ്ചാസ്മഹരേഭിരക്ഷിതാ. ഭീമസേന് വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ച സമയത്ത് അല്ലേ, വിഷം കൊടുത്ത് വിമതേനെ കൈയും കാലൊക്കെ കൂട്ടിക്കെട്ടി വെള്ളത്തിൽ കൊടുത്ത് താഴ്ത്തി ദുര്യോധനൻ. പക്ഷേ ഭഗവാന്റെ കാരുണ്യം എവിടെ പോയി? നേരെ നാഗലോകത്തെത്തി. അവർ നാഗരസം കൊടുത്ത് അവസാനം 10,000 ആനയുടെ ശക്തിയോടുകൂടി ഭീമസേനെ തിരിച്ചു കൊണ്ടുകൊടുത്തു. നോക്കണം, ഇത് ഭഗവാന്റെ കാരുണ്യമല്ലയോ? വിഷാത്മഹ അഗ്നേഹേ. ഇളയ രാജാവായിട്ട് വിഷ്പരൊക്കെ കൂടിയിട്ട് വിതുരനൊക്കെ കൂടി ചേർന്ന് ധൃതരാഷ്ട്രോട് പറഞ്ഞ് ധൃതരാഷ്ട്രനെ ധർമ്മപുത്രനെ അഭിഷേകം ചെയ്തു. അപ്പോൾ ദുര്യോധന അത് ഇഷ്ടായില്ല. ദുര്യോധന അച്ഛനോട് പോയിട്ട് പറഞ്ഞു, കണ്ടില്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടം വച്ചു ഗുരുവച്ചൻ മനഃപൂർവ്വം. അച്ഛൻ രാജാവായിട്ട് എന്താ കാര്യം? ഇളയ രാജാവായ യുധിഷ്ഠിരൻ്റെ അടിമകളായി ഞങ്ങളിവിടെ കഴിയണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്ത് ചെയ്യാം? അതിന് സൂത്രം കണ്ടുപിടിച്ചു അല്ലേ? ധർമ്മപുത്രനെ വിളിച്ച്, ഓ എൻ്റെ മക്കളൊന്നും ശരിയല്ല,
നിങ്ങൾക്ക് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. കുട്ടിക്കാലം മുതൽ ഞാൻ കാണുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല കുട്ടികളാ, നിങ്ങൾ പറഞ്ഞ അനുസരണയുള്ളവരല്ലേ, നിങ്ങൾ ശണ്ടയ്ക്ക് നിൽക്കണ്ട. നിങ്ങളിതാ നമുക്ക് എന്ത് വാരണാവതത്തിൽ വലിയൊരു കൊട്ടാരമൊക്കെ പണ്ടുണ്ടായിരുന്നു. നമ്മുടെ പൂർവന്മാർ പലരും താമസിച്ചിട്ടുള്ളതാണ്. അതൊക്കെ നേരെയാക്കി ഇവിടെ എന്ത് സാധനം ഇവിടെ നിന്ന് തന്നയക്കുക സമയത്ത് നിങ്ങൾ അവിടുത്തെ യുവരാജാവായി അവിടെ സുഖമായിരുന്നുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അരക്ക് കൊണ്ടാണ് ആ എല്ലുണ്ടാക്കിയത്. അവിടെ അരക്കില്ലുണ്ടാക്കി പുറത്തേക്ക് തോന്നിയ എല്ലാം വളരെ ഭംഗിയായിട്ട് ആർക്ക് സംശയം തോന്നാത്ത രീതിയിൽ ആ അരക്കിൽ കൊണ്ട് താമസിപ്പിച്ചു അല്ലേ. അതിന് പുരോചനം എന്ന് പറഞ്ഞാൽ അവരെ പ്രത്യേകം ദുര്യാധൻ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് അവരുറങ്ങണ സമയത്ത് കറുത്ത വാവു ദിവസം ചതുർദശി ദിവസം അതിന് തീരണമെന്നും പറഞ്ഞിട്ട് ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞു വിതുരൻ്റെ കൃപ. വിതുരൻ അതിൻ്റെ മുഖ്യ ശില്പിയെ സ്വാധീനിച്ച് അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഗുഹ ഉണ്ടാക്കി. നോക്കണം, എന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ആ വിവരമൊക്കെ അവരെ അറിയിച്ചു. മഹാഗ്നേഹേ ആ അരക്കില്ലത്തിൽ ചുട്ട് അന്ന് അവർ കഴിയേണ്ടതല്ലേ. അതിലൊരു രോമകോപത്തിന് പോലൊരു ആപത്ത് വരാതെ അവിടുന്ന് അരക്കിൽ നിന്ന് അവരെ കാത്തുരക്ഷിച്ചു അല്ലേ. മഹാഗ്നേഹേ പുരുഷാത് ദർശനാത്. അത് ഞാൻ ആ കാട്ടിൽപ്പെട്ടു 6 മാസം. പിന്നെ ഗുഹയിൽ നിന്ന് പുറത്തുനിന്നിട്ട് കാട്ടിലാണ് കഴിഞ്ഞത്. അപ്പോഴാണ് വെള്ളം കൊണ്ടുവരാൻ പോയ സമയത്ത്, സഹോദരങ്ങൾക്ക് വെള്ളം എടുക്കാൻ പോയ സമയത്ത് ഹിഡിമ്പി കാമാവേശത്തോട് സമീപിച്ചു. അപ്പോഴേക്ക് അവളെ കാണാണ്ട് ഹിഡിമ്പൻ ഓടി വന്നു. ഹിഡിമ്പനും ഭീമസേനുമായിട്ടുള്ള മഹായുദ്ധം അല്ലേ. മനുഷ്യനെ പിടിച്ചു നിന്ന ഹിഡിമ്പനെ. പിന്നെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട 6 മാസം കഴിഞ്ഞ് ഏകചക്രയിൽ പോയി താമസിക്കുമ്പോഴാണ് ഒരു വണ്ടി ചോറും അവർ നയിക്കുന്ന ആളെയും കാളെയും ഒക്കെ പിടിച്ചു തിന്നണം ബകാസുരൻ അല്ലേ. പുരുഷാത മനുഷ്യനെ കണ്ട പിടിച്ചു നിന്ന രാക്ഷസ പരീക്ഷകളിൽ നിന്ന് എൻ്റെ ഉണ്ണികളെ കാത്തു രക്ഷിച്ചത് അവിടെ നിന്നല്ലേ. എൻ്റെ മോൻ്റെ മിടുക്കെന്ന് കുന്തി വിചാരിച്ചില്ല. നോക്കൂ, അർജുനൻ എല്ലാം കഴിഞ്ഞപ്പോഴേ പശ്ചാത്താപം ഉണ്ടായത്. ഒക്കെ കൃഷ്ണൻ പോയപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അല്ലേ. കുന്തി തിരിച്ചറിഞ്ഞു മുൻകൂട്ടി. ഇത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. ഭഗവാന്റെ കൃപയാണ്, കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും എല്ലാത്തിനും. ജീവിതം നടത്തിക്കൊണ്ടുപോകണതേ അവിടുന്നാണ്. എല്ലാത്തിനും പുറയിൽ അവിടുത്തെ കൈകളാണെന്ന് പോരാ. അസൽസഭായ കള്ളച്ചൂതിലുള്ള എല്ലാം നഷ്ടപിടിച്ച് അവസാനം ആ രജസ്വലയായ പഞ്ചാലിയെ തലമുടിക്ക് പിടിച്ച് വലിച്ച് ആ സദസ്സിൽ കൊണ്ടുവന്ന് അപമാനിച്ച സമയത്ത് എല്ലാവരും നിരന്നിരിക്കുന്ന ഇത്ര വലിയൊരു സദസ്സ്, ഇതിനേക്കാൾ വലിയൊരു സ്ത്രീ പീഡനം അരങ്ങേറാണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. മറ്റേടത്തൊക്കെ ഏകാന്തത്തിലാവും. ഇത്ര മഹാന്മാർ നിറഞ്ഞിരിക്കുന്ന രാജസദസ്സിലല്ലേ ഈ സ്ത്രീ പീഡനം അരങ്ങേറിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അന്ന് ആരുണ്ടായി കമാന്നൊരു അക്ഷരം പറയാൻ ഭീഷ്മരോട് എത്ര പ്രാവശ്യം ചോദിച്ചു പഞ്ചാലിയിലേ. അദ്ദേഹം നാവ് ഇറങ്ങിപ്പോയെന്നൊക്കെ. പക്ഷേ ഭഗവാന്റെ കൃപ നോക്കൂ. അക്ഷയമായി വസ്ത്രമായി അവതരിച്ച് ദേവിയുടെ മാനം കാത്തില്ലേ. വനവാസ കൃത്സത. ആ വനവാസകാലത്ത് ഞങ്ങൾക്ക് എന്തെല്ലാം കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഉണ്ടായി. പക്ഷേ ആ കഷ്ടപ്പാടും വിഷമവും ഞങ്ങൾക്ക് കഷ്ടപ്പാടായി തോന്നിയില്ല. കാരണം പാണ്ഡവന്മാരാവുന്ന ഭക്തന്മാരുടെ മുഖം വേർക്കുമ്പോഴേക്കും ആ വേർപ്പ് തുടയ്ക്കാൻ കൃഷ്ണനുണ്ട് അവിടെ. കൃഷ്ണകൃപ, ഭഗവത് വാത്സല്യം, കാരുണ്യം. മൃതേ അനേക മഹാരഥാസ്ത്രത. ഭഗവാന്റെ അതൂതുപോലും പരാജയപ്പെട്ട അവസാനം മഹാഭാരത യുദ്ധം. ആ യുദ്ധത്തിൽ ഈ ഭീഷ്മരെയും ദ്രോണനെയും കർണനെയും ശല്യരെയും അവരൊന്നും കൊല്ലാൻ അർജുനനും പാണ്ഡവർക്കും ആവില്ല. അവർക്കൊക്കെ ദിവ്യങ്ങളായ കഴിവുകളുള്ളവരാ. ഈ മഹാപ്രഭുവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് പാണ്ഡവന്മാർക്ക് ഈ ഭാരത യുദ്ധത്തിൽ വിജയം കൈവരിക്കാൻ സാധിച്ചത്. ഇതൊക്കെ നല്ല ബോധ്യമുള്ളവളാണ് കുന്തിദേവി. ദ്രൗണ്യസ്ത്രജശ്ചാസ്മഹരേഭിരക്ഷിത. ഇപ്പം 2 പ്രാവശ്യമല്ലേ അർജുനെ ഒറ്റയ്ക്ക് ബ്രഹ്മാസ്ത്രം കൊണ്ട് കൊല്ലാൻ നോക്കി. ഇപ്പോൾ ദാ 5 പാണ്ഡവന്മാരെയും ഉത്തരാഗർഭത്തിലുള്ളത് പരീക്ഷത്തിനെയും എല്ലാവരെയും കാത്തുരക്ഷിച്ച മഹാപ്രഭു. അവിടത്തെ ആ കൃപയ്ക്ക് മുമ്പിൽ വീണ് നമസ്കരിക്കാനല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും ഭഗവാനെ. ഇങ്ങനെ ഘോരമായ വിപത്തുകൾ വരുമ്പോഴൊക്കെ രക്ഷകനായ അവിടുന്ന് കാരുണ്യപൂർവ്വം എഴുന്നള്ളി രക്ഷിക്കണത് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുക അവിടുത്തെ എപ്പോഴും കാണാനുള്ള അവസരം ആപത്തുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവലെന്ന്. ആപത്തുണ്ടാവുമ്പോഴാണ് ഭഗവാൻ ഓടി രക്ഷിക്കാൻ വരിക അല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും അവിടത്തെ കാണാനും, അവിടത്തെ കണ്ട പിന്നെ സംസാരത്തിൽ ജന്മമരണ ദുഃഖങ്ങൾ ജനിക്കേണ്ടി വരില്ല. അങ്ങനെയുള്ള ആപത്തുകൾ അടിക്കടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നുക. വിപദസന്തുനശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാത് അപുനർഭവ ദർശനം. ഭഗവത് ദർശനം നേടിയവന് പിന്നെ സംസാര ദർശനം വേണ്ട. അങ്ങനെയുള്ള അവിടുത്തെ ദർശനത്തിന് ആപത്താണ് ആവശ്യം തോന്നുന്നു. ആപത്ത് വരുമ്പോഴൊക്കെ അവിടുന്ന് ഓടി വന്ന് കാരുണ്യപൂർവ്വം എഴുന്നള്ളി ദർശനം തന്നത് ഓർക്കുമ്പോൾ ഇനിയും ആപത്തുകൾ അടിക്കടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നുകയാണ് ഭഗവാനെ. എന്താ, അപ്പോഴൊക്കെ അവിടുത്തെ ദിവ്യ കോമള രൂപം കൺകുളിരെ കണ്ട് ആനന്ദിക്കാമല്ലോ. പിന്നെ അവർക്ക് സംസാരത്തിൽ ജനിക്കണ്ടല്ലോ, കഷ്ടം അനുഭവിക്കണ്ടല്ലോ. അങ്ങനെയുള്ള ഭഗവാന്റെ മാഹാത്മ്യം ആരറിയും?
ആ ഭഗവാനെ ആർക്കാ മനസ്സിലാക്കാൻ സാധിക്കുക? ആ ഭഗവാന്റെ കാരുണ്യം ആർക്കാ അനുഭവിക്കാൻ സാധിക്കുക? നമ്മുടെ കേമത്വം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാന്ന് പറഞ്ഞു. നമുക്ക് നല്ല കുലത്തിൽ ജന്മമുണ്ടായി, നമുക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ടായി, കുറച്ച് പഠിപ്പുണ്ടായി, കുറച്ച് പൈസ ഉണ്ടായി, അല്ലേ, കുറച്ച് സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിച്ചാൽ നമ്മൾ അതിൽ അഹങ്കരിക്കാറ് പതിവ്. ഇതൊക്കെ ഈശ്വരൻ തന്നതാണ്, ഈശ്വരൻ്റെ അനുഗ്രഹമാണെന്ന് ഓർക്കണം എന്നാ ബുദ്ധി പറഞ്ഞത്. ഇതിലൊക്കെ അഹങ്കരിച്ച് പോയി എന്ന് വിചാരിച്ചാൽ ഈശ്വരൻ മറന്നു. അതാണ് ഏറ്റവും വലിയ ആപത്ത്. ഏറ്റവും വലിയ ആപത്ത് എന്താ? വിപദോ നൈവ വിപദഃ സമ്പദോ നൈവ സമ്പദഃ വിപത് വിസ്മരണം വിഷ്ണോഹോ സമ്പൻ നാരായണ സ്മൃതിയിലാണ്. ഏറ്റവും വലിയ ആപത്ത് ഭഗവാനെ മറക്കണതാ. ഏറ്റവും വലിയ സമ്പത്തോ ഭഗവത് സ്മരണയാണ്. സാധാരണ ആപത്തല്ല ആപത്ത്, സാധാരണ സമ്പത്തല്ല സമ്പത്ത്. വീട് വെച്ചു, അത് കാർ വാങ്ങി, ഇതൊക്കെ സമ്പത്താ. ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, ഇതൊക്കെ ഭഗവാനെ മറന്നുള്ള ജീവിതം ആപത്ത്. അവിടെ അഹങ്കാരം വരും, മതം വരും, ഇതിലൊക്കെ അഹങ്കാരം വരും. എന്ത്? അഭിജാത്യം പറയണു. ജന്മ ഐശ്വര്യ ശ്രുതശ്രീഭി ഏതമാന മതപ്പുമാൻ നൈവാർഹത്യഭിധാതും വൈത്വാമകിഞ്ചന ഗോചരം. അഭിജാത്യം ഉണ്ടായി, ഐശ്വര്യമുണ്ടായി, വിദ്യാഭ്യാസം ഉണ്ടായി, പണം ഉണ്ടായി, ഈ സ്ഥാനമാനങ്ങൾ ഉണ്ടായി, ഇതൊക്കെ മതം, അഹങ്കാരം ഉണ്ടാക്കാൻ കാരണം. ഇതിലഭിമാനിച്ചവർക്ക് അവിടത്തെ ഒരു നോക്ക് കാണാനാവട്ടെ, എന്തിന് അവിടുത്തെ തിരുനാമം ഒന്ന് ഉച്ചരിക്കാൻ പോലും സംഗതി വരില്ല. പിന്നെ വേണ്ടേ? ത്വാമകിഞ്ചന ഗോചരം. ധനമതാന്തരുടെ ആത്മാർത്ഥയില്ലാത്ത പൂജയെ ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതൊന്നുമില്ലയോ, ഒന്നും ആഗ്രഹിക്കാത്ത അകിഞ്ചന്മാരുടെ സ്വത്താണ് ഭഗവാൻ. അവരോടാണ് ഭഗവാന് പ്രിയം. അങ്ങനെയുള്ള ഭഗവാനെ അവിടത്തെ മറക്കാനിട വരരുത്. അവിടത്തെ മറക്കണതാണ് ഏറ്റവും ആപത്ത്. അവിടത്തെ എപ്പോഴും ഓർമ്മിക്കാൻ കഴിയുക ഭൗതികമായ കഷ്ടപ്പാടും ദുരിതമൊന്നും കഷ്ടപ്പാടല്ല. വിപദോ നൈവ വിപദ, അതൊന്നും ആപത്തായിട്ട് കണക്കാക്കാൻ പാടില്ല. വിപത് വിസ്മരണം വിഷ്ണു, ഭഗവാനെ മറന്നുള്ള ജീവിതം ആപത്ത്. സമ്പൻ നാരായണ സ്മൃതി, സമ്പത്ത് നാരായണ സ്മരണ, ഭഗവത് സ്മരണയാണ്. ഇതാണ് സജ്ജനങ്ങളുടെ തിരിച്ചറിവ് എന്നർത്ഥം. എന്നിട്ട് പറയണു, ഭഗവാൻ ഈ ലോകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. ആത്മാരാമായ ശാന്തായ ഭഗവാൻ അവനവനിൽ തന്നെ സംതൃപ്തനാണ്, ആത്മാരാമനാണ്. അവിടത്തേക്ക് ആരുടെ ഒന്നും വേണ്ട. ഭക്തന്മാർക്ക് ഭഗവാന്റെ ഒന്നും വേണ്ടെങ്കിലും ആ ഭഗവാനെ തിരുനാമം ജപിച്ചോ, കഥകൾ കേട്ടോ, പറഞ്ഞോ ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ഇഹസുഖവും പരസുഖവും എല്ലാം കൊടുക്കുന്നു. എന്തിനേറെ പതയേ നമ, കൈവല്യദാതാവാണ്, മോക്ഷസ്വരൂപനാണ്. അവിടുന്ന് മോക്ഷത്തെപ്പോലും കൊടുത്താൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ആരാണ്? കാലം ഈശാനം, കാലസ്വരൂപനാണെന്ന്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്, ഈശാനനാണെന്ന്. അവിടത്തേക്ക് ജനനമില്ല, മരണമില്ല, അവിടത്തേക്ക് പ്രിയനില്ല ആരും, അപ്രിയനില്ല ആരും. ഈ ലോകത്തിൽ തമ്മി നമ്മളൊക്കെ കലഹിക്കൂലേ? മനുഷ്യർ കലഹിക്കും, പ്രാണികൾ കലഹിക്കും. അതുപോലെ ഭഗവാനുണ്ട് ആരോടെങ്കിലും? ഇല്ല. പക്ഷെ ചിലർ നമ്മളെ മാറി ചിലർക്ക് പ്രിയം ചെയ്യും, ചിലർക്ക് അപ്രിയം ചെയ്യണ പോലെ ലോകത്തിൽ കാണണ്ടല്ലോ വ്യവഹാരത്തിൽ, അല്ലേ? ഭഗവാൻ ചിലരെ കൊലോട് രക്ഷിക്കണു, ചിലരെ ശിക്ഷിക്കണു. അങ്ങനെ തോന്നണ്ടെങ്കിൽ പോലും ഭഗവാൻ ആരോടും പ്രിയാപ്രിയങ്ങൾ ഉണ്ടായതുകൊണ്ടോ ഭേദബുദ്ധിയുള്ളതുകൊണ്ടല്ല, ഭഗവാൻ ധർമ്മസംരക്ഷണത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഭേദഭാവനയുള്ള മൂഢന്മാരായ അജ്ഞാനികളാണ് അത് കണ്ടിട്ട് ഭഗവാനുമുണ്ട് ഭേദബുദ്ധി എന്ന് തെറ്റിദ്ധരിക്കണു. വിഷമാമതിർ നൃണാം, ഭഗവാൻ വിഷമതയില്ല, നമുക്കാണ് വിഷമതയുള്ളതെന്നർത്ഥം. ഭഗവാനെ ജന്മകർമ്മജ വിശ്വാത്മൻ അജസ്യ അകർത്തുരാത്മനഃ തിര്യങ് നൃഷു യാതസ്സു തത് അത്യന്ത വിടംബനം. ഭഗവാനെ അവിടത്തേക്ക് ജന്മമുണ്ടോ? ജന്മമില്ലാത്ത ഭഗവാന്റെ ജന്മങ്ങൾ, അവതാരങ്ങൾ എത്രയാ? തിര്യക്കായി, നരനായി, ഋഷിയായി, ജലജന്തുവായി, ഏതൊക്കെ രൂപത്തിലാണ് ഭഗവാൻ അവതരിച്ചത്? ജന്മമില്ലാത്ത ഭഗവാൻ, കർമ്മങ്ങളില്ലാത്ത ഭഗവാൻ, എന്തെല്ലാം പ്രവൃത്തികളാണ് ചെയ്യുന്നത്? കർത്തൃത്വമോ ഭോക്തൃത്വമോ അവിടത്തേക്ക് ഇല്ല. സൃഷ്ടിയാദികൾ ചെയ്യുന്നു. അവിടുന്ന് എത്രയോ ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നു, എത്രയോ ശിഷ്ടന്മാരെ പരിപാലിക്കുന്നു. അത്യന്ത വിടംബനം ഭഗവാനെ. ഇതൊക്കെ കേവലം അവിടുത്തെ ലീല മാത്രമാണ്. എന്നിട്ട് കുന്തി പറയാണ്, ഭഗവാനെ അവിടുന്ന് എന്തെല്ലാം ലീലകൾ ചെയ്തു. അതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായി ലോകൈകമോഹനമായ അവിടുത്തെ ലീലയാണ് ആ യശോദമ്മയുടെ മുമ്പിൽ തൈർക്കലുടച്ചിട്ട് അമ്മ ശിക്ഷിക്കാൻ പുറപ്പെട്ടപ്പോൾ കള്ളക്കണ്ണീരൊഴുക്കി കരഞ്ഞ ആ രംഗം നൃത്തം. എന്താ അത്? ഭഗവാനെ ഗോകുലത്തിൽ നടന്ന കഥ. അപ്പം പാണ്ഡവന്മാർ ഇവരൊക്കെ കാട്ടിലാണേ, ഓർക്കണം. ഇതും കണ്ടിട്ടൊന്നുമില്ല. കൃഷ്ണനെ കാണുന്നത് തന്നെ പാഞ്ചാലി സ്വയംവരത്തിലാണ്. അത് കഴിഞ്ഞിട്ട് കൂട്ടിയിട്ട് വരുമ്പോഴാണ് കൃഷ്ണനെ ആദ്യമായിട്ട് കുന്തി കാണുന്നത് തന്നെ. അതുവരെ അവർ കണ്ടിട്ടില്ല, ഇവരാരും. കേട്ടിട്ടുണ്ട്, കുന്തി ധാരാളം കേട്ടിട്ടുണ്ട് കൃഷ്ണനെക്കുറിച്ച്. തൻ്റെ ആങ്ങളുടെ മകൻ കേമനാണ്, വലിയ ദിവ്യനാണെന്നൊക്കെ, അത്രേ ഉള്ളൂ. ഭാവനയിൽ കണ്ടിരിക്കുക, ധ്യാന സമാധിയിൽ, ഭാവസമാധിയിൽ കണ്ടതാ. തൈർക്കലം കുറച്ച കുറ്റത്തിന് യശോദമ്മ ശിക്ഷിക്കാനായിട്ട് ചെറുപടിയും കൊണ്ട് ഓടിയില്ലേ?
ആ സമയത്ത് പിടിക്കില്ല എന്ന് വിചാരിച്ചൂലെ എന്ന് വെച്ചാൽ കൂട്ടിപ്പിടിച്ച് കൈ കൂട്ടിപ്പിടിച്ച സമയത്ത് അമ്മ പഠിച്ചാലോ, അമ്മയുടെ അടിയെ ഭയപ്പെട്ടിട്ടെന്നോണം ആ കൈ കൊണ്ട് കൺമഷിയൊക്കെ ഇങ്ങനെ വലിച്ച് താഴേക്ക് ഇറക്കിക്കൊണ്ട് കണ്ണൊക്കെ ചോപ്പിച്ചുകൊണ്ട് ഭയം അഭിനയിച്ചുകൊണ്ട് കള്ളക്കണ്ണീർ കുടം കണക്കിന് വാസാക്കിക്കൊണ്ടൊരു കരച്ചിലുണ്ടായില്ലേ ഭഗവാനെ. അവിടത്തെ ഭയപ്പെടുന്നു കാലൻ, അവിടത്തെ ഭയപ്പെടുന്നു മൃത്യു അന്തകൻ. അങ്ങനെയുള്ള ഭഗവാനെ സ്മരിക്കുന്നവനെ പേടിച്ച് മൃത്യു ഓടിപ്പോകുന്നു. മൃത്യു ഭീതപ്പലായ എന്നാണ് അല്ലേ. എല്ലാവരും ലോകാൻ സർവാൻ അഭയൻ നാഥ്യകച്ചത്. മരണഭയത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ലോകം മുഴുവൻ ഓടിയിറക്കണം ആൾക്കാരെ. എവിടെ പോയിട്ടും അഭയം കിട്ടാതെ അവസാനം എതിർച്ഛയാദ്യ സ്വസ്ഥശേരേ മൃത്യുരസ്മാതപൈരീന. യാദൃച്ഛികമായി എങ്ങനെയെങ്കിലും ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കാൻ ഇടവന്നാൽ മതി. ആ ഭക്തന് മരണഭയം ഇല്ലെന്ന് മാത്രമല്ല, ഭക്തനെ സ്പർശിക്കാനാവാതെ അന്തകൻ അവിടെ നിന്ന് ഓടിപ്പോണു, മൃത്യുഭയം ഓടിപ്പോകുന്നു. അങ്ങനെയുള്ള ഭഗവാൻ അമ്മയുടെ അടിയെ ഭയപ്പെട്ടത് ആ രംഗമുണ്ടല്ലോ. ഭഗവാനെ ഇതാരെയാണ് മോഹിപ്പിക്കാത്തത്? ഭഗവാന്റെ ഓരോ നോക്കണം, ജന്മകർമ്മങ്ങളൊന്നുമില്ല, കർത്തൃത്വ ഭോക്തൃത്വാദികളൊന്നും ഇല്ലാത്ത ഭഗവാന്റെ ഓരോ അവതാരവും ഓരോ അഭിനയമാണ്. ആ അഭിനയത്തിൽ തന്നെ മനോഹരമായ അനേകം അഭിനയങ്ങൾ. ഭഗവാനാണ് ശരിക്കും അവാർഡ് കൊടുക്കേണ്ടത്. ഏത് അഭിനയത്തിനാ? ഈ കുന്തിയുടെ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ കള്ളക്കരച്ച് പാസ്സാക്കിക്കൊണ്ട് അമ്മയെ അടിയെ ഭയപ്പെട്ട ആ അഭിനയം ഉണ്ടല്ലോ, അതാ ഭഗവാനെ അതിമനോമോഹനമായ കൃഷ്ണാവതാരം അവിടുന്ന് എന്തിനു വേണ്ടി സ്വീകരിച്ചത്? ഇനി ഭഗവാൻ ഇങ്ങനെ അവതരിക്കണു. ഭഗവാൻ അവതരിക്കണം എന്തിനാന്ന് വെച്ചപ്പോൾ ഓരോരുത്തർ ഓരോന്ന് പറയാൻ അർത്ഥം. പ്രത്യേകിച്ചും കൃഷ്ണാവതാരത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് യദുവംശത്തിൻ്റെ കീർത്തിയെ വർദ്ധിപ്പിക്കാനാണ് ചിലര്. വേറെ ചില ആൾക്കാർ പറഞ്ഞു ദേവശത്രുക്കളെ വധിച്ച് രോഗരക്ഷ ചെയ്യാനാണെന്ന്. വേറെ ചില ആൾക്കാർ പറഞ്ഞു ഭക്തന്മാർക്ക് അവിടുത്തെ പുണ്യലീലകളെ കേട്ടും കീർത്തിച്ചും സ്മരിച്ചും അനായാസേന ഈ സംസാരത്തെ അതിവർത്തിക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. വേറെ ചില ആൾക്കാർ പറഞ്ഞു ഭൂമിദേവിയുടെ പ്രാർത്ഥന കൊണ്ടാണ്, ചിലർ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചിട്ടാണ്, ചിലർ ഈ ദേവി വസുദേവന്മാർ പൂർവ്വജന്മത്തിൽ തപസ് ചെയ്ത് ഭഗവാൻ പുത്രരൂപേണ വരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു, അവരുടെ ആ വാക്കിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയണത്. പക്ഷേ ഈ ലോകത്തിന് മുഴുവൻ ഭഗവാന്റെ അവതാരം എങ്ങനെയാണ് അനുഗ്രഹമാവണത്? ഭവേസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാകാമകർമ്മഭി ശ്രവണസ്മരണാർഹാണി കരിഷ്യൻ. ദേവി പറയാണ് ഭഗവാന്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം ഈ സംസാരത്തിൽ അജ്ഞാനത്തിൽ കട്ടപ്പെടുന്ന ഭക്തന്മാർക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു വഴിയുള്ളൂ. ഭഗവാന്റെ ഗുണഗണങ്ങളും മഹിമകളും ലീലകളും മാത്രം കണ്ടും കേട്ടും കീർത്തിച്ചും സ്മരിച്ചും കൊണ്ടിരുന്ന അജ്ഞാനവും വാസനകളൊക്കെ നീങ്ങി മനസ്സുശുദ്ധമായി ഭഗവാനെ അടയാൻ കഴിയും. അല്ലാതെ ഭഗവാനെക്കുറിച്ചല്ലാതെ വേറെ ആരെക്കുറിച്ച് പറഞ്ഞിട്ടും കേട്ടിട്ടും മനസ്സ് കേടുവരുള്ളൂ. അതുകൊണ്ട് ആ ഭക്തന്മാർക്ക് അവിടുത്തെ പുണ്യലീലകളെ കേൾക്കണം, കീർത്തിക്കണം, സ്മരിക്കണം, അങ്ങനെ അനായാസേന സംസാരത്തെ കടക്കണം എന്ന കൃപ കൊണ്ട് അവിടുന്ന് ഈ അവതാരങ്ങളെടുത്ത് ലീലയാടുന്നു. പ്രത്യേകിച്ചും ഈ കൃഷ്ണാവതാരം സ്വീകരിച്ചിരിക്കണമെന്നർത്ഥം. മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും തൊൽക്കഥാപീയൂഷപ്പാന സിദ്ധിക്ക് എന്നു ചൊല്ലുന്നിതു ചിലർ. രാമായണത്തിൽ ഭഗവാന്റെ അവതാരത്തിനെ കുറിച്ചിട്ട് ഭഗവാനോട് തന്നെ സ്തുതിക്കുകയാണ് സ്വയംപ്രഭാദേവി. ഭഗവാന്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം ഇതാ. എന്തിനാ? മേദിനി തന്നിൽ വിചിത്രവേഷം അനേകം രൂപ എടുത്ത് ഭഗവാൻ അവതരിക്കുന്നു. രാമനായും കൃഷ്ണനായും ഒക്കെ ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ എന്തിനു വേണ്ടി? ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും ത്വൽകഥാപീയൂഷപാന സിദ്ധിക്കെന്ന്. ഭഗവാന്റെ കഥാമൃതം കുടിക്കണം. ഭഗവാന്റെ കഥാമൃതം കേട്ടും കീർത്തിച്ചും സ്മരിച്ചും അതിൽ മുഴുകി ഭക്തി വളർന്ന് മനസ്സ് ശുദ്ധമായി ഭഗവാനെ അനായാസേന ഈ ഭഗവാനെ പ്രാപിക്കണം, സംസാരത്തെ ജയിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. ഇതാണ് പരമാർത്ഥം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേതി തത്വതഃ തെക്ത്വാ ദേഹം പുനർജന്മ മാമേരി അർജുന. ഭഗവാന്റെ ദിവ്യമായ ജന്മകർമ്മങ്ങളെ ആരാണോ അറിഞ്ഞ് ആശ്രയിച്ച് സേവിക്കുന്നത് അവർക്ക് പിന്നെ പുനർജന്മമില്ല, അവരെന്നെ അടയും എന്ന പറയണർത്ഥം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശൃണ്വന്തി ഗായന്തി ഗൃഹന്ത്യഭീഷ്ണശഃ സ്മരന്തി നന്ദന്തി തവേഹിതം ജന തയേവ പശ്യന്ത്യജിരേണ താവകം ഭവപ്രവാഹോ പരമം പദാംബുജം. എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ ആ ഭഗവാന്റെ ഗുണഗണങ്ങൾ, ഭഗവാൻ ചെയ്ത അവതാരങ്ങളെ നിരന്തരം കേൾക്കുക. ശൃണ്വന്തി ഗായന്തി, പാടാൻ പറ്റിയ പാടുക, കീർത്തിക്കാൻ പറ്റിയ കീർത്തനായിട്ടാണെങ്കിൽ കീർത്തനം, അല്ല ഇങ്ങനെ പ്രഭാഷണമായിട്ടാണെങ്കിൽ പ്രഭാഷണം. ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാനർത്ഥം. ഏകാന്തത്തിൽ നിന്ന് അതിനെ സ്മരിക്കുക.
ആ മറ്റുള്ളവർ പാടുമ്പോൾ അതിനെ അനുമോദിക്കുക, അവിടുത്തെ തിരുനാമങ്ങളെ പാടുക. ഇങ്ങനെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചാൽ മതി. അവർക്ക് പിന്നെ സംസാരമില്ല. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അവരെത്തും ഉറപ്പാണ്. ബ്രഹ്മാവ് സ്തുതിക്കുമ്പോൾ ഈ ദേവകി പറഞ്ഞ് കുന്തി പറഞ്ഞു തന്നെയാണ് പറഞ്ഞത്. ശൃണ്വൻ ഗൃണൻ സംസ്മരേശ്ച ചിന്തയൻ നാമാനി രൂപാണിജ മംഗളാനിതേ ക്രിയാസു യസ്ത്വച്ചരണാരവിന്ദയോരവിഷ്ടചേതാനഭവായ കൽപ്പതേ. ഭഗവാനെ അവിടുത്തെ ഗുണഘടങ്ങളെ കേട്ടും കീർത്തിച്ചും സ്മരിച്ചും തിരുനാമങ്ങളെ ഉച്ചരിച്ചും കർമ്മങ്ങൾ അവിടുത്തെ സന്തോഷത്തിനായി ഭവിക്കണമേ എന്ന് വിചാരിച്ച് അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തവന് പിന്നെ സംസാരമില്ല. അവൻ ഭഗവാന്റെ പാദത്തിലെത്തി, സംസാരത്തെ ജയിച്ചു കഴിഞ്ഞു. ഇങ്ങനെ നമ്മെ അനുഗ്രഹിക്കാനായിട്ടാണ് ഭഗവാന്റെ അവതാരം. ഇവിടെ പറയുകയാണ് കൃഷ്ണ അവതാരത്തിൻ്റെ ഉദ്ദേശം വിശിഷ്യ കൃഷ്ണാവതാരം പ്രത്യേകിച്ച് കലിയുഗകാലത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം കൃഷ്ണാവതാരം കഴിഞ്ഞ ഉടനെ കലി ആരംഭിച്ചു. അപ്പോൾ നമ്മളെ ഇങ്ങനെ സംസാരത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളതിനെ പ്രയോജനപ്പെടുത്തണ്ടേ? ഈ ഭഗവാന്റെ കൃഷ്ണാവതാരവും കൃഷ്ണലീലകളും ശ്രീമദ് ഭാഗവതവും എല്ലാം നമ്മളെ ഇപ്രകാരം അനായാസേന അവിടുത്തെ പുണ്യലീലകൾ കേട്ടും കീർത്തിച്ചും സ്മരിച്ചും ഒരു പ്രയാസം കൂടാതെ സംസാരത്തെ കടന്ന് ഭഗവത് പദത്തിലെത്തി മുക്തരാവാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനെ എനിക്കൊന്നും അറിയില്ല, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയണു. അതേ ബുദ്ധി പറഞ്ഞത് എല്ലാം അറിയുന്ന സർവജ്ഞയായി ഇപ്പോൾ ദേവി, എന്നിട്ടാ പറയണം ഒന്നും അറിയില്ല എന്ന്. ഭഗവാനെ അവിടുന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോയ ആ ശരീരത്തെ പോലെയോ നിഷ്പ്രഭമാവും ഞങ്ങളുടെ ജീവിതം. അവിടുത്തെ പാതാരവിന്ദങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരും ആശ്രയമില്ല ഭഗവാനെ. ഇപ്പോൾ ആ മഹാലക്ഷ്മി വസിക്കുന്ന അവിടുത്തെ പാദം കൊണ്ട് ഈ ഭൂമിയിൽ സ്പർശമുണ്ടായത് കൊണ്ടാണ് ഈ ഭൂമിയിൽ ഐശ്വര്യം ശ്രേയസ് ശോഭയൊക്കെ കാണുന്നത്. അവിടുന്ന് പോയാലോ ഇതെല്ലാം നഷ്ടപ്പെടും. ഭഗവാനെ കുന്തി ചെയ്ത വലിയൊരു പ്രാർത്ഥന, വളരെ പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥന. ഭഗവാനാണ് സർവസ്വവും അല്ലേ? ഭഗവാന് ഭിന്നമായിട്ട് ഇവിടെ യാതൊന്നുമില്ല. സകല ചരാചരങ്ങളും അവിടുത്തെ സ്വരൂപാന്തരമാണെന്നിരിക്കെ കുന്തി പറയണ എനിക്ക് പാണ്ഡവന്മാരോടും യാദവന്മാരോടും ഒരു പ്രത്യേക മമതാത്രേ. അത് വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷുമേ സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. ഭഗവാൻ ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ഈശ്വരനാണ്, വിശ്വം ചമച്ചവനാണ്, പ്രപഞ്ചകാരനാണ്. വിശ്വാത്മൻ ഈ സൃഷ്ടിച്ച എല്ലാവരുടെയും അന്തര്യാമിയായ ആത്മാവായി അവിടെ നിന്ന് തന്നെ ഇരിക്കുന്നത്. വിശ്വമൂർത്തേ, എന്തിനേറെ ഈ വിശ്വം വിഷ്ണു എന്നല്ലേ പറഞ്ഞത് സഹസ്രനാമത്തിൽ? ഈ വിശ്വരൂപത്തിൽ പ്രപഞ്ചമായിട്ടിരിക്കുന്നത് അവിടുന്നാണ്. അങ്ങനെയാണെങ്കിൽ ഭഗവാനല്ലാണ്ട് ഇവിടെ വല്ലവരും ഉണ്ടോ? എല്ലാം ഭഗവാനല്ലേ, സർവവും ഭഗവാനാണെന്നിരിക്കെ നമുക്ക് ഇവരെൻ്റെ ആൾക്കാർ അവരെൻ്റെ അല്ലാത്ത ആൾക്കാരും തോന്നലില്ലേ? അങ്ങനെ വരാൻ പാടുമോ? കുന്തിക്ക് പോലും ഉണ്ട്. കുന്തി പറയണു എന്താ അത്? എനിക്ക് സ്വകേഷു സ്വന്തം ആൾക്കാരാരാ? ദൃഢം പാണ്ഡുഷു വിഷ്ണുഷു. ഓ പാണ്ഡവന്മാരെ എനിക്ക് പ്രിയപ്പെട്ടവര്, യാദവന്മാര് എൻ്റെ സ്വന്തം ആൾക്കാര്, ഭഗവാൻ അവരെ കാത്തുരക്ഷിക്കണം പ്രത്യേകം എന്നൊക്കെ തോന്നുന്നു. സ്നേഹപാശം, ഈ സ്നേഹപാശത്തു നിന്ന് പുറത്തു കിടക്കാൻ പറ്റണില്ലേ? ഈ മമതാബന്ധത്തു നിന്ന് പുറത്തു കിടക്കാൻ പറ്റണില്ല. ഭഗവാനെ ഈ ഭേദബുദ്ധി പാടില്ലാത്തതാണെങ്കിലും എന്ത് ചെയ്യാം? എൻ്റെ മനസ്സിലത് ഉറച്ചുണ്ട്, അതിൽ കെട്ടുപെട്ട് കിടക്കുകയാണ് ഭഗവാനെ ഞാൻ. അതിന്ന് സ്വയം രക്ഷപ്പെടാൻ എനിക്ക് ആവണില്ല. നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ ഈ അഹന്താ മമതകളിൽ നിന്ന്? അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കേ വഴിയുള്ളൂ. കുന്തി പോലും പ്രാർത്ഥിക്കണു, അത്ര മഹതിയായ അവർ പോലും. അതുകൊണ്ട് അവിടെ നിന്ന് കൃപ ചെയ്ത് ഈ മമതാ ബന്ധത്തെ, ഈ പാശത്തെ മുറിച്ചു കളഞ്ഞ് ഈ പ്രേമം, ഇവരുടെ നേരെ ഒഴുകുന്ന ഈ പ്രേമത്തെ മുഴുവനും അങ്ങയുടെ പാതാരവിന്ദങ്ങൾക്ക് ആക്കണം. എങ്ങനെ? രതിമുദ്ദുഹദാദദ്ധ ഗംഗേ വൗഘമുധന്വതി. ഗംഗ സമുദ്രത്തിലേക്ക് മുറിവില്ലാതെ പ്രവഹിക്കും കണക്കെ ഗംഗാപ്രവാഹം പോലെ എൻ്റെ മനസ്സിൽ ഭക്തി ഭഗവാനെക്കുറിച്ചുണ്ടാവണം. ആ മനസ്സ് ഭഗവാനിൽ പോയി ലയിക്കണം. അതിന് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് അവിടുത്തെ തത്വത്തെ പറഞ്ഞിട്ടാണ് കുന്തി സ്തുതി. പ്രപഞ്ചകാരനാണ് അല്ലേ, പ്രകൃതിക്ക് നാഥനാണ്, സർവാന്തര്യാമി എന്ന് പറഞ്ഞിട്ടാ. അവസാനമോ അതെല്ലാവർക്കും പിടിക്കാൻ പറ്റിയെന്ന് വരില്ലേ? എല്ലാവർക്കും പറ്റണം എന്താ? തിരുനാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ സഗുണവും സകാരവുമായ ദിവ്യകോമളമായ ത്രൈലോക്യസുന്ദരമായ ശ്രീകൃഷ്ണ രൂപത്തെ ഭജിച്ചും അവിടുത്തെ നാമം ജപിച്ചും അവിടുത്തെ കഥകൾ കേട്ടും അവിടുത്തെ സേവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടുത്തെ നാമം ജപിച്ചുകൊണ്ട് കുന്തി ഇതാ ആ സ്തുതി അവസാനിപ്പിക്കണം. ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണിർഷഭ അവനിദ്രുക്രാജന്യ വംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. യോഗീശ്വരന്മാർക്കും ഗുരുവായവനെ, ശ്രീകൃഷ്ണൻ എന്ന പേരോടുകൂടിയവനെ, അർജുന സഹായ ആവയവനെ, വൃഷ്ണി വംശത്തിൽ വന്ന് പിറന്നവരിൽ അതിശ്രേഷ്ഠനായിട്ടുള്ളവനെ, ഭൂമിക്ക് ഭാരഭൂതന്മാരായ ക്ഷത്രിയന്മാരെ അവരെ നശിപ്പിക്കുന്ന കാട്ടുതീയായവനെ, മോക്ഷസ്വരൂപനായവനെ, ഗോക്കുളയെയും ബ്രാഹ്മണരെയും ദേവന്മാരെയും ഭക്തന്മാരെയും ഒക്കെ അവരെ കഷ്ടപ്പാടും ദുഃഖവും തീർത്ത് അനുഗ്രഹിക്കാൻ വേണ്ടി അവതാരം കൈക്കൊണ്ട അല്ലയോ ശ്രീകൃഷ്ണമൂർത്തേ,
ഞാൻ അവിടുത്തെ നമസ്കരിക്കണമെന്ന് പറഞ്ഞ് കുന്തി ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ ഈ കുന്തിയെ പ്രേമമധുരമായ സ്തുതിയെ വൈകുണ്ഠമൂർത്തിയായ മഹാപ്രഭു ശ്രീകൃഷ്ണൻ അതിമോഹനമായ മന്ദഹാസത്തോടുകൂടി സ്വീകരിച്ചു. ഒരു പുഞ്ചിരി അമ്മയെ നോക്കിയിട്ട് ഇങ്ങനെ, എന്താ മനസ്സിലായി, ഞാൻ ആരാന്ന് അമ്മയ്ക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി എന്നു അല്ലേ, അമ്മയുടെ ആഗ്രഹം പോലെയൊക്കെ സാധിക്കട്ടെ എന്നും. അങ്ങനെ ഭഗവാൻ പുറപ്പെട്ടെങ്കിലും പിന്നെയും സ്വജനങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് കാലം കൂടിയും ഭഗവാനോട് താമസിച്ചു. അപ്പോഴാണ് തൻ്റെ ഭക്തനായ ആ ഭീഷ്മര് തന്നെ കണ്ട് ദേഹമൊടിയാൻ കാത്തിരിക്കണു ഉത്തരായണമായി എന്ന സമയത്ത് ഭഗവാനിനി വേറൊരു നാടകം അഭിനയിച്ചുകൊണ്ട് ഭീഷ്മരെടുത്ത് പോയി ഭീഷ്മർക്ക് സൽഗതി കൊടുക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം നാരായണ 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 കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.